ഹെൽത്തി ഫുഡ്സ് ഒക്കെ എന്താണ് എപ്പോഴും കോസ്റ്റ്ലി ആവുന്നത്? യൂസ് സിമ്പിൾ ലോജിക്. ഇപ്പം ഐ എം ഡൂയിങ് എ ഫുഡ് സ്റ്റാർട്ടപ്പ്. എനിക്ക് ഫുഡിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവരുടെ ചുവന്ന കൊടി മാത്രമേ ഉള്ളൂ. അവിടെ ഡെമോക്രസി ഇല്ല, ലീഗൽ സിസ്റ്റം കട്ടപ്പോകയാണ്. അവിടെ ബിസിനസ് നടത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരുപാട് ഫുഡ് ബ്രാൻഡുകളുടെ പിന്നിൽ മലയാളികളാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? എല്ലാവരും എത്തിപ്പെടുന്നതല്ലേ. ഇപ്പം ഞാനും ഇവിടെ എത്തിപ്പെട്ടു. ആ എത്തിപ്പെടുന്ന വഴികളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ എത്തും എവിടെയെങ്കിലും. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഷെൽഫ് ലൈഫ് നമുക്ക്? എല്ലാം കുറച്ചായ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഒരുപാടായി കഴിഞ്ഞാൽ. ഹെൽത്തി സ്നാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാശ് കൊടുക്കണം. രണ്ടാമത് അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ശരിക്കും ഒരു ഹെൽത്തി സ്നാക്സ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം? ഒരു റെഗുലർ കംപ്ലൈന്റ് വന്നതെന്ന് വെച്ചാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ജാതി മണമാണ്. നമ്മൾ മണക്കാനുള്ള സാധനം ഇട്ടിട്ടില്ല. ട്രൂ എലമെന്റ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി സ്നാക്സ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. ഞാൻ അതിന്റെ ഒരു മാർക്കറ്റ് സൈസ് നോക്കിയപ്പോൾ 40,000 കോടിക്ക് മുകളിൽ ഉള്ളൊരു മാർക്കറ്റ് സൈസ് ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നു. ഹെൽത്തി, ക്ലീൻ, എന്താ ശരിക്കും ടേംസിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ചാണകം ഓൺലൈൻ വെക്കാൻ പറ്റുമോ? വാട്ട് വി നോ ഇസ് 0.01% ഓഫ് എനിത്തിങ് ഇൻ ദ വേൾഡ്. കഞ്ഞിക്ക് പ്രശ്നമില്ല, പക്ഷെ വീടിന്റെ EMI പ്രശ്നം വന്നിരിക്കെ. അപ്പോൾ അനിയൻ്റെ അടുത്ത് കടം വാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഈസ് മിസ്സിങ് എൻ ഓപ്പർച്യൂണിറ്റി. അയ്യോ ഞാൻ ഇത്ര കാലം ജോലി ചെയ്തു ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ചത്തിട്ടില്ലെങ്കിൽ ചെയ്യാം. റിലയൻസ് ഒക്കെ വന്നപ്പം എല്ലാവരും പറഞ്ഞത് നമ്മളെ കിരാന സ്റ്റോറും പലചരക്കടകൾ അടച്ചു പോകുന്നു. ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ദേ ഇവോൾവ്ഡ്. ബട്ട് ദിസ് വൺ ഈസ് എ ന്യൂക്ലിയർ ബോംബ്. Hello and welcome to another exciting episode of Voice Up Podcast. So grab a coffee, sit back and let's learn something amazing today. ഇന്ന് നമ്മളുടെ കൂടെ രോഹിത് ശർമ്മ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഓണറാണുള്ളത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ട്രൂ എലമെന്റ്സ് എന്ന പേരുള്ള ഇന്ത്യൻ ഹെൽത്തി സ്നാക്സ് ബ്രാൻഡാണ്. അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീജിത്ത് മൂലയിൽ. ശ്രീജിത്ത് സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ വെൽക്കം. Hi, Jean. Thank you. Thanks for the opportunity. Thank you. സോ ഒരുപാട് ബ്രാൻഡുകളുടെ, ഒരുപാട് ഫുഡ് ബ്രാൻഡുകളുടെ പിന്നിൽ മലയാളികളാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? നമ്മൾക്ക് ഫുഡുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബന്ധമുള്ളത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യും. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് വി എക്സ്പെരിമെന്റ്. നമ്മൾ അങ്ങനെ ക്വാംസ് ഇല്ല, ഇത് കഴിക്കൂല, നമ്മൾ എന്തും കഴിക്കും. ഇൻ ഓൾ സെൻസ്. ലെറ്റ് മി നോട്ട് ടച്ച് കോൺട്രവേഴ്ഷ്യൽ സ്റ്റാഫ്. നമ്മൾ എന്തും കഴിക്കും. അതേമാതിരി ഐ തിങ്ക് നമ്മളെ ഗ്ലോബൽ എക്സ്പോഷർ കൂടുതലാണ്. നമ്മുടെ ആൾക്കാർ എല്ലാവരും ഉണ്ടല്ലോ. സോ പ്രോബ്ലി അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടുത്തെ ആഹാരങ്ങൾ വരും. ഐ തിങ്ക് ദാറ്റ്സ് വൈ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരുപാട് ഓട്സ്, ദാറ്റ്സ് വൺ ഓഫ് അവർ കീ ഇൻഗ്രീഡിയന്റ്. അത് നമ്മൾ കേരളത്തില് ഫസ്റ്റ് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമ്മൾ ദുബായ് ഇൻഫ്ലുവൻസും ഓട്സും. സോ റീസൺ ഈസ് ദാറ്റ് നമ്മള് മലയാളികൾക്ക് ആഹാരം എന്തും കഴിക്കാൻ ഇഷ്ടമാണ്. So 7 years ഒരു കോർപ്പറേറ്റ് ജോബിലിരുന്നു. അതിനുശേഷം 2 yearsോളം ചൈനയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ തന്നെ പാർട്ടായിട്ട്. ദെൻ 3 സ്റ്റാർട്ടപ്സ്. ഇത് കഴിഞ്ഞ് ട്രൂ എലിമെന്റ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ളൊരു ജേർണി ആലോചിക്കുകയാണെങ്കിൽ? ആൻഡ് വൈ യു ചൂസ് ദ ഹെൽത്ത് നിഷ്? ജേർണി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഫൺ. Okay, fun in the sense you would know, you guys are all running startups, so every day is different. ആ ഒരു ഫൺ ഉണ്ട്. പക്ഷേ you are in an ambiguity every day, right? ഇതോ റീസണബിളി സൈസ്ഡ് ബ്രാൻഡ് ആണ്, പക്ഷെ നമുക്ക് ഇപ്പോഴും ഒരു ഭയങ്കര ഉണ്ടാവില്ല, ഇങ്ങനെ ആയെന്താവും. ആ ഒരു സോ ഇറ്റ് വാസ് ഫൺ, ബട്ട് ഐ ഹാവ് നോട്ട് ഫിഗർഡ് ഔട്ട് എ വേ ടു മാനേജ് ദാറ്റ് ഫിയർ. Okay. So the fear is always there. ഫിയർ ഐ തിങ്ക് എന്റെ വിശ്വാസം അമ്പാനിക്കും ഉണ്ടാവും. ഉണ്ടാവണം. അത് ആ ഫിയർ ആണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഫയർ തരുന്നത്. ആ ഫിയർ മാനേജ് ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് ഐ എം വെരി ഗുഡ് അറ്റ് ദാറ്റ്. സോ അത് വിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ബീൻ ഫൺ, റിയൽ ഫൺ. വൈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ റീസൺ ആണ്. എൻ്റെ കോഫൗണ്ടർ എൻ്റെ ബ്രദറിനിലാണ്. നമ്മൾ 2007 മുതൽക്ക് നമ്മൾ ഒരു ബ്ലാക്ക് ബുക്ക് വെച്ചിരുന്നു ഐഡിയ ബിസിനസ് സൈഡിൽ. ഒരുപാട് ഐഡിയകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സംബഡി ഹാസ് ടേക്കൺ ഇറ്റ്. ലൈക്ക് ഫസ്റ്റ് തിങ് വിച്ച് യു ഓൾമോസ്റ്റ് ഡിഡ് വാസ് ചെയിൻ ഓഫ്
ടീ cafes. Wow. Okay, chayos what they are doing. അവർ നമ്മുടെ കേരളത്തിൽ ചയോസ് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ചയോസ് വാട്ട് ദേ ആർ ഡൂയിങ് എക്സാക്ട് സെയിം. പക്ഷെ ഒരുപാട് കാപ്പെക്സ് വേണം അതിന്. അല്ല, ഈവൻ ഫസ്റ്റ് കഫേ ഇടുന്നെങ്കിലും ടീ നോട്ട് കോഫി അതുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യു നീഡ് ടു പുട്ട് സം 20-25 lakhs. അപ്പൊ അത് നമ്മൾ ആ ഒരു ഇനീഷ്യൽ ഫിയർ കാരണം ഇറങ്ങില്ല. അങ്ങനെ ഒരുപാട് നമ്മുടെ ഐഡിയകൾ പീപ്പിൾ ഹാവ് taken big, but we didn't move. Like now I can't claim എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു. ഐഡിയ ഉണ്ടെന്ന് നീ ഒന്നും ചെയ്തില്ലല്ലോ. ഇത് ചെയ്യാൻ കാരണം ആ സമയത്ത് മൈ co-founder lost his dad for stage 4 cancer. 2012 I lost my father-in-law, എൻ്റെ വൈഫിന്റെ അച്ഛൻ, ഫോർ എ കാർഡിയോവാസ്കുലർ ഇഷ്യൂ. അപ്പൊ ആ സമയത്ത് വീട്ടിലെല്ലാവരും ഹെൽത്ത് എന്ന് ഒരുപാട് പേര്. അതിന് പുറമെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ സ്റ്റാർട്ടപ്പ് ഉദ്ദേശിച്ച് അതിന് തൊട്ട് മുമ്പ് വരെ ചൈനയിൽ ചെയ്യാനായിരുന്നു പരിപാടി. ചൈനയിൽ ഞാൻ 2000 കാരണം എൻ്റെ ഫൗണ്ടർ ചൈന. അതെ. അപ്പൊ എൻ്റെ co-founder MBA പഠിക്കുമ്പം he read a book, okay, China study എന്ന് പറഞ്ഞിട്ട്, that's a China plus peanut influence and how peanut issues in the world is changing, something like that. അപ്പം and then he went a study tour ചൈനയിൽ. അവിടെ പോയപ്പോൾ ഇത് ഭയങ്കര രാജ്യം എന്ന് പറഞ്ഞ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. നമ്മള് മലയാളി കമ്മ്യൂണിസ്റ്റ്, അപ്പം ചൈന എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചോപ്പാന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ പറഞ്ഞില്ല ചൈന. 2008-2009 നമ്മൾ നോക്കുന്നത് കഴിഞ്ഞാൽ എല്ലാവരും വിവർ ആക്ച്വലി അഫ്രൈഡ്, എല്ലാം ചൈനയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. 8-9 now it's reversing. അപ്പൊ നമ്മൾ ഓക്കെ now let's do something there. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിക്കാം. അങ്ങനെ ഒരു പ്ലാനുമായിട്ട് ഞാൻ എന്റെ കോഗ്നിഷനിൽ ഒരു റോൾ ചോദിച്ചു ചൈനയിൽ. ആ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇവിടെ ജോലി വിടാന്നായിരുന്നു പരിപാടി. എന്റെ വൈഫ് ഇൻഫിയിലായിരുന്നു, അപ്പൊ അവളും ഇൻഫിന്ന് HR ഷാങ്കായി പോയി. അവിടെ പോയിട്ട് വിടാനായിരുന്നു പരിപാടി. പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവരുടെ ചുവന്ന കൊടി മാത്രമേ ഉള്ളൂ, അവിടെ ഡെമോക്രസി ഇല്ല, ലീഗൽ സിസ്റ്റം കട്ടപ്പോകയാണ്. അവിടെ ബിസിനസ് നടത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരു ചൈനീസ് പെണ്ണിനെ കല്യാണം കഴിക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് അത് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ co-founderന് കല്യാണം കഴിച്ചിരുന്നില്ല. ആവുന്നില്ല, ഇത് പണിയുള്ളവരാണ്. സോ വി ആക്ച്വലി ക്യാൻസൽ ഇറ്റ് ആൻഡ് ഐ ക്യാൻസൽ ദ പ്ലാൻ. 2011 തിരിച്ച് ഇന്ത്യയിലോട്ട് തോന്നും. ആ സമയത്താണ് ഈ ഹെൽത്ത് ക്യാൻസറും ഇതൊക്കെ വീട്ടിൽ. അപ്പം ഓക്കെ നൗ ദ സ്പേസ് ഈസ് ഹെൽത്ത്. അതാണ് ഇൻ ഷോർട്ട് സ്റ്റോറി വൈ വി ചോസ് ഹെൽത്ത്. ഇപ്പൊ ചെയ്യുന്നതല്ല അപ്പോൾ ചെയ്യേണ്ടത്, പക്ഷേ ഹെൽത്ത് ഇസ് ബീൻ വൺ തിങ് വിച്ച് വി ബീൻ പാഷനേറ്റ് അബൌട്ട് ഫോർ ലാസ്റ്റ് 12 years. ഞാൻ ഡയറക്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഇത്രയും ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് ശ്രീ സാർ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഒരുപാട് സ്റ്റാർട്ടപ്സ് ചെയ്തിട്ടുണ്ട്, ഒരു ഹെൽത്ത് നീഷിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓൺടർപ്രനോറിയൽ മൈൻഡ് സെറ്റുള്ള ആളുകളൊക്കെ they should work initially എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഡയറക്ട്ലി they should enter into entrepreneurship? അതിനുള്ള കറക്റ്റ് ആൻസർ ഇല്ല. We have seen 18 years old founders turning out a $1 billion company, right? Then there is, let's say, KFC founder. He started 62, right? ഇപ്പം ലൈക്ക് വേറെ ഇന്ത്യൻ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അപ്പം റൈറ്റ് is not it's a very subjective. നമുക്ക് എപ്പോഴാ പറ്റി ഇറങ്ങാം. അപ്പം അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഈസ് മിസ്സിങ് എൻ ഓപ്പർച്യൂണിറ്റി. അയ്യോ ഞാൻ ഇത്ര കാലം ജോലി ചെയ്തു ഇട്ടില്ലോ എന്ന് അങ്ങനെ ചത്തിട്ടില്ലെങ്കിൽ ചെയ്യാം. ഒരു കോർപ്പറേറ്റ് ജോബ് ശരിക്കും എങ്ങനെയാണ് സാറിനെ റെഡിയാക്കിയത് ടു സ്റ്റാർട്ട് സംതിങ്? കോർപ്പറേറ്റ് ജോബ് it made me ready. Some is a baggage. നമുക്ക് എല്ലാം ഇങ്ങനെയാണ് ചെയ്യാവുന്ന ഒരു നമുക്ക് ഇംപ്രഷൻ വന്നു കഴിഞ്ഞു മനസ്സിൽ. നമ്മളപ്പോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കോർപ്പറേറ്റ് ചെയ്യാത്തവന് യൂസ് സിമ്പിൾ ലോജിക്. ഇപ്പൊ ഐ എം ഡൂയിങ് എ ഫുഡ് സ്റ്റാർട്ടപ്പ്. എനിക്ക് ഫുഡിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഐ സ്റ്റാർട്ടഡ് അപ്പ്. ഐ എം ഡൂയിങ് ഇറ്റ്സ് ലോജിക്. സോ corporate will probably help you with network. Okay. I don't think building a company need experience in working in a company. Okay. Right. For example, I don't think all these Indian entrepreneurs, celebrated entrepreneurs, I don't think old ones have not worked so many years. So there's no right answer. വളഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. ബിക്കോസ് എല്ലാവരും എത്തിപ്പെടുന്നതല്ലേ. ഇപ്പം ഞാനും ഇവിടെ എത്തിപ്പെട്ടു. ആ എത്തിപ്പെടുന്ന വഴികളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ എത്തും എവിടെയെങ്കിലും. അപ്പം എത്തണമെങ്കിൽ ഇറങ്ങണം. അപ്പൊ ഇമ്പോർട്ടന്റ് ഈസ് സ്റ്റാർട്ടിങ്, ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോ ഇറങ്ങി എന്നുള്ളത് പ്രശ്നമല്ല. ചത്തിട്ടില്ലെങ്കിൽ ആസ് ലോങ് as you're not dead, you have an opportunity. So True Elementsന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി സ്നാക്സ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. ഞാൻ അതിന്റെ ഒരു മാർക്കറ്റ് സൈസ് നോക്കിയപ്പോൾ 40,000 കോടിക്ക് മുകളിൽ ഉള്ളൊരു മാർക്കറ്റ് സൈസ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ട്രൂ. That's only snacks. Yeah, snacks. അപ്പോ 40 it's more. You guys are one of the main players, I guess. Snacks we are nowhere.
So snacks ഈ 40 it's more than that. And I think that's a so അതില് there are multiple snacks. Indian snacks എന്ന് പറഞ്ഞാൽ it's not like western snacks. Western snacks പറഞ്ഞാൽ ലേസും ഒരു അവിടെ അത്ര സ്ട്രക്ചർഡാ. നമ്മുടെ അവിടെ പരിപ്പോടിയും ഒരുപാട് വെറൈറ്റീസ്. സോ ഇതും ഓരോ സ്റ്റേറ്റ് അനുസരിച്ചിട്ടും ഇപ്പൊ കൊഴലപ്പം കോഴിക്കോടുണ്ട്, പാലക്കാടില്ല. റൈറ്റ്, അച്ചപ്പം ഇവിടെ ഉണ്ട്, പാലക്കാടില്ല. സോ സ്റ്റേറ്റ് അല്ല, നമ്മളെ ഡിസ്ട്രിക്ട് താലൂക്ക് ലെവൽ അടക്കം സ്നാക്സ് വേറെ വേറെ ആവും. അതായത് പഴംപൊരി പാലക്കാട്ടിയും ഇവിടുത്തെ വേറെ വേറെ അല്ലേ. അപ്പൊ സ്നാക്സ് അത്ര റേഞ്ച് ഉള്ള ആൻഡ് ദിസ് 40,000-50,000 crore is only the structured organized market. Unorganized തട്ടുകടക്കാർ വേറെ. So what I answer is it's still a growing because end of the day നമ്മള് snacks consumption occasions have increased, right? And now there are options available. Options in like apo that's a big market. Answering your question, big market. Our strength is a mix of both where the health is converging, right? Okay. Our problem എന്താ വെച്ചാൽ ഇതിലൊക്കെ എല്ലാവരുടെയും അസംഷൻ പറഞ്ഞാൽ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ അതിലേക്കായിരുന്നു വരുന്നത്. അങ്ങനത്തെ 2-3 മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് ഹെൽത്തി സ്നാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാശ് കൊടുക്കണം, രണ്ടാമത്തെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ശരിക്കും ഒരു ഹെൽത്തി സ്നാക്സ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യുക? ഹൗ ഡു വി ഹാവ് ടു ലൈക്ക് ഇനീഷ്യലി educate people that അങ്ങനെയല്ല, ആ കോൺസെപ്റ്റ് ഒക്കെ തെറ്റാണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ when you started off? നമ്മൾ 3 സ്റ്റാർട്ടപ്പ് ചെയ്തു പറഞ്ഞത് മുമ്പ്. അതിൽ പഠിച്ചത് എന്ത് ചെയ്യരുത് എന്നാണ്. ചെയ്യണം എന്ന് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അറിയില്ല എന്ത് ചെയ്യരുതെന്ന് പഠിച്ചത്. നമ്മൾ ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് കസ്റ്റമേഴ്സിനെ അകറ്റുകയാണ്. കാരണം എല്ലാവരും ഈ അസംഷൻ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, വില കൂടും. ഓക്കെ, അപ്പൊ ആ അസംഷൻ കാരണം ഹെൽത്തി എന്ന് പറഞ്ഞതും യു ആർ ആക്ച്വലി കീപ്പിംഗ് ലോട്ട് ഓഫ് കൺസ്യൂമേഴ്സ് away from it. അപ്പൊ നമ്മുടെ പാക്കറ്റില് യു വിൽ നോട്ട് ഫൈൻഡ് എനിവർ കോളിംഗ് ഔട്ട് ലൗഡ് വി ആർ ഹെൽത്തി സ്നാക്സ് എടുത്തോ. ഓക്കെ, ഓർ ഈവൻ അവർ കമ്മ്യൂണിക്കേഷനിൽ ക്ലീൻ എന്ന് പറയും, പക്ഷെ ഒരുപാട് പറയില്ല. വി ഇൻസിസ്റ്റ് ഓൺ ടേസ്റ്റ് ക്യൂ എ ലോട്ട്. ഇൻ വേൾഡ് ഓവർ ഇന്ത്യൻ സ്പെസിഫിക് നമ്മുടെ ടേസ്റ്റ് ആണ് ഡ്രിവൺ ബൈ ടേസ്റ്റ്. ഈവൻ ഡയബറ്റീസിൽ ആളും ലഡ്ഡു കണ്ടാ കൈ പോകും, അത് വസ്തുവല്ലേ. ദാറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ. What else can, like somebody who has an issue is going, somebody who doesn't have an issue has to be so much motivated. And that TAM has to be big. That TAM is not 50,000 crore ka TAM. Right? That target market is not that big. That's why നമ്മൾ പറയുന്നത് ഹെൽത്തിയാണ്, പക്ഷെ നമ്മൾ അത് അങ്ങോട്ട് ഒരുപാട് നിലവിളിക്കുന്നില്ല. നിലവിളിച്ച ഒരുപാട് കസ്റ്റമേഴ്സിന്. സോ പക്ഷെ ഐഡിയലി ഞങ്ങളുടെ ഒരു പാക്കറ്റ് തുറന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് if I could have a hologram coming up and telling you know what you had was the healthiest stuff, but we are not doing that. So what we are doing is we are doing marketing in a way that customers realize post consumption. That's the approach we have. Not the right approach, we don't know, right? But there are still brands calling it we are the healthiest stuff outside. So we are not use that approach. പക്ഷെ നിങ്ങളിപ്പോ വെബ്സൈറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നോ ഫ്ലേവേർഡ്, നോ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എനിക്ക് തോന്നുന്നു ഹെൽത്തിനെക്കാളും ക്ലീൻ ലേബിൾ എന്നുള്ള ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. ക്ലീനും ഇന്ത്യയിൽ എത്ര പേർക്ക് അറിയും എന്താ ക്ലീൻ? ക്ലീൻ ആൾസോ ഫോർ എക്സാമ്പിൾ ലൈക്ക് അതാ ഞാൻ ചോദിക്കാൻ പോന്നെ, ഹെൽത്തി ക്ലീൻ എന്താ ശരിക്കും ടേംസിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അതാണ് പറഞ്ഞത്. ഇപ്പൊ ക്ലീൻ എന്ന് പറഞ്ഞാൽ ആർക്കും എന്ത് ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആഹാരമല്ലേ എല്ലാം. അപ്പം ക്ലീൻ നമ്മുടെ ഉദ്ദേശം പറഞ്ഞാൽ there are a lot of reasons for health issues. Why did we start? I told you the reason, right? Reason is നമ്മൾ കഴിക്കുന്ന ആഹാരം മിനിമം പ്രോസസ്ഡ് ആയിരിക്കണം. അതിനകത്ത് ഫുഡ് അല്ലാണ്ട് ഒന്നും ആവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരില്ല, പിന്നെ ഒരുപാട് കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചൈനയെ കണ്ട ഒരു സാധനമാണ്, ചൈനക്കാരുണ്ടല്ലോ കുട്ടികളൊക്കെ നല്ല തടിച്ചു കൊണ്ടുകൊണ്ടായിട്ടുണ്ടാവും. അവർക്ക് ചെറുപ്പത്തിലെ നല്ല ഷ്രെഡഡ് ബീഫും റൈസും ഒക്കെ ഇട്ട് കോരിക്കൊടുത്ത് നല്ല ഉണ്ടാവും. വലുതായി കഴിഞ്ഞാൽ ഗ്രീൻ ടീ കുടിച്ച് അങ്ങനെ എല്ലാം 0 സൈസാ. അവര് കഴിക്കുന്ന സമയം, കഴിക്കുന്ന ആഹാരം, കുക്കിംഗ് രീതി ഭയങ്കര. മൂന്നും നമ്മുടെ തെറ്റാ. നമ്മൾ ഡിന്നർ തുടങ്ങാൻ പോകുന്നത് 9-9:30. അവിടെ 7-7:15 കഴിഞ്ഞാൽ ഐ എം ടെല്ലിംഗ് റെസ്റ്റോറൻറ്റ്സ് വിൽ ബി ഷട്ട്. യു നത്തിങ് ഇൻ ഷാങ്ഹായ് ആൻഡ് ഓൾ. 7-7:30 കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് മാത്രമേ തുറന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ അടച്ചു കാണും. അതേമാതിരി 11-11:30 അവിടെ ക്യാൻറ്റീനിൽ അവർ ഊണ് വെച്ച് പോയി. നമ്മൾ പിന്നെ 1-1:30 മെല്ലെ ടിഫിൻ എടുത്ത് പോവാ. അപ്പം സോ വൺ ഈസ് ദാറ്റ് ടൈം. സെക്കൻഡ്, മിൽക്കിന്റെ കൺസംഷൻ ആയാലും അവര് മിൽക്കില്ല. ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് മിൽക്ക് പോസ്റ്റ് കിഡ് ഇസ് ഔട്ട്. അല്ല, ഒരു 2-3 വയസ്സ് കഴിഞ്ഞാൽ അവിടെ പാലില്ല, പാല് വിൽക്കാനില്ല. അവർ ഗ്രീൻ ടീ അല്ലേ കുടിക്കുന്നത്. പാലില്ല, മോരില്ല, സോയാ ടോഫു ആണ്. അല്ല, ദാറ്റ് ഈസ് മലേഷ്യൻ. ബബിൾ ടീ, മിൽക്ക് ആൻഡ് ബബിൾ ടീ, ദാറ്റ് ഈസ് ഈസ്റ്റ് ഏഷ്യൻ, നോട്ട് ചൈന. ചൈനയിൽ നമ്മൾക്ക് പാല്, ഐ ഹാഡ് മൈ സൺ വാസ് സ്മോൾ, യു സ്ട്രഗിൾ ടു ഗെറ്റ് പാക്ഡ് മിൽക്ക്. മിൽക്കില്ല, ദ മിൽക്ക് കൺസംഷൻ ഈസ്. സോ വാട്ട് ഐ എം ട്രൈയിങ് ടു ടെൽ ഈസ് അവർ ഒരുപാട് സാധനങ്ങൾ ഹെൽത്തി രീതിയിൽ ചെയ്യുന്നു. നമ്മൾ അതൊക്കെ
തെറ്റായ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ വൺ ഈസ് സ്റ്റാർട്ടിങ് വി നീഡ് ടു ഈറ്റ് ദ റൈറ്റ്ലി കുക്ക്ഡ് സിമ്പിൾ പ്രോസസ്ഡ് ഫുഡ്സ്. നമ്മുടെ ഫുഡിൻ ട്രൂ എലിമെന്റ്സ് എല്ലാ പ്രൊഡക്ട്സും സിമ്പിൾ പ്രോസസ്ഡ് പറഞ്ഞാൽ വറുത്തതല്ല, ഒരുപാട് ഫ്ലവർ ആക്കിയിട്ട് സിമ്പിൾ പ്രോസസ്ഡ്. ഹൗ ക്യാൻ വി കീപ് ഇറ്റ് ക്ലോസർ ടു നേച്ചർ? ഓക്കെ. അതാണ് അതിന്റെ ഫിലോസഫി. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ മ്യൂസ്ലിയിൽ ഒരു റെഗുലർ കംപ്ലൈന്റ് വന്നെന്ന് വെച്ചാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ജാതി മണമാണ്. ഓക്കെ, നമ്മള് മണക്കാനുള്ള സാധനം ഇട്ടിട്ടില്ല, സുഗന്ധം വരുന്ന അഡീഷണൽ സാധനം ഇട്ടില്ല, കാരണം അത് ഉള്ളിൽ പോയിട്ട് ഗുണമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ വി ആർ ലേണിംഗ് ഇറ്റ് ഹാർഡ് ദാറ്റ് യു നീഡ് ദാറ്റ് ആൾസോ, റൈറ്റ്? പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആഡ് ദോസ് ആർ ഫ്ലേവർ എൻഹാൻസേഴ്സ്, ദോസ് കൈൻഡ് വിച്ച് ഞങ്ങൾ എടുക്കിടാൻ പറ്റില്ല. നമ്മള് എനിത്തിങ് വിച്ച് ഇസ് നോൺ ഫുഡ് വി ഡോണ്ട് പുട്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ബാക്ക് ഓഫ് പാക്ക് നോക്കി കഴിഞ്ഞാല് എല്ലാം ഫുഡ് തന്നെ ആയിരിക്കും. ഈ നമ്പറും ആൽഫബറ്റ്സ് ഒന്നും കാണില്ല. അതാണ് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റ് ഫിലോസഫി. അപ്പോൾ ഈ ഹെൽത്തി ഫുഡ്സ് ഒക്കെ എന്താണ് എപ്പോഴും കോസ്റ്റ്ലി ആവുന്നത്? ഹെൽത്തി ഫുഡ്സിന് കോസ്റ്റ്ലി ആവാൻ ഒന്ന് മെയിൻ റീസൺ അതിന്റെ മാർക്കറ്റ് ഇപ്പോഴും ചെറുതാണ്. ഓക്കെ, ക്ലാസിക് ലെസർ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണോ? ഒന്ന് ലെസർ ക്വാണ്ടിറ്റി. അതിന്റെ പാർലേജി ചീപ്പ് ആവാൻ കാരണം എന്താ? അതിന്റെ വർക്കിംഗ് ഓൺ ദിസ് മൈദ. അതിനകത്ത് എന്താ മൈദയും ഷുഗറും. അതൊരു കഴിഞ്ഞ 60 കൊല്ലമായിട്ട് അതന്നെ വെച്ചോണ്ട് കളിക്കണ്ടേ. ഇത് റോ മെറ്റീരിയൽ, പുതിയ റോ മെറ്റീരിയൽ, മാർക്കറ്റ് ചെറുത്. അപ്പൊ മാർക്കറ്റിങ്ങിന് ഒരുപാട് പണം ചെലവഴിക്കണം. കാരണം ഇപ്പം ഒരു ബിസ്ക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് വിൽക്കാൻ ഒരുപാട്, സാധാരണ ബിസ്ക്കറ്റ് ഉണ്ടാക്കി വിൽക്കാൻ ഒരുപാട് വേണ്ട, അവിടെ വെച്ചാൽ മതി. ഇത് ഹെൽത്തി ആവുമ്പം നമുക്ക് ഹെൽത്തി കൺസ്യൂമേഴ്സ് എത്ര, ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിലെ ഹെൽത്ത് അവെയർ കൺസ്യൂമർ 0.0305 കൈൻഡ് ഓഫ് പെർസെന്റേജ്. അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ ഈ 0.005 ഇന്ത്യയിൽ എവിടെ എവിടെ കണ്ട് തപ്പി പിടിച്ചെടുക്കണം നമുക്ക്. അവർക്ക് എത്തിക്കാൻ ഒരു കോസ്റ്റ് അല്ലേ. ഐഡന്റിഫൈങ് ദോസ് പീപ്പിൾ, getting this in front of them, and അത് ഫ്രണ്ട് in the market side. ബാക്ക് എൻഡിലും ഇപ്പൊ ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് കപ്പിൾ ഓഫ് ഇൻഗ്രീഡിയൻസ്. മില്ലറ്റ്സ്. ഓക്കെ, നമ്മളിപ്പോ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മില്ലറ്റ് ഇയർ ആയിരുന്നു. നമ്മുടെ ജോവാർ, റാഗി, അങ്ങനെ മില്ലറ്റ്സ്. അത് ഓൾമോസ്റ്റ് 100% മോർ കോസ്റ്റ്ലിയർ ദാൻ റൈസ്. ഇപ്പൊ റാഗി ഒരു 35-40 കിലോ ആണ്. ഫാർമർ 30-40 റുപ്യാണ് ഒരു കിലോന്. ഓക്കെ, പക്ഷെ റൈസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളിപ്പോ 70-80 റുപ്യ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ കർഷകൻ വിൽക്കുമ്പോൾ അതൊന്നും കിട്ടുന്നില്ല. 20-25 റുപ്യക്ക്. അത് must be somewhere around that. ഓക്കെ, പക്ഷെ ഇത് ഡബിൾ അല്ലേ റാഗി. പക്ഷെ റാഗി ഗ്രോ ചെയ്യാൻ വെള്ളം വേണ്ട. ഇറ്റ് ഈസ് നാച്ചുറലി, യു ഡോണ്ട് നീഡ് ഇൻസെക്ടിസൈഡ്. അതിനെ പുറത്തുള്ള സ്കിന്ന് ഭയങ്കര ഹാർഡാണ്, ഇൻസെക്ടിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതോ നാച്ചുറലി ഓർഗാനിക്കാണ്. അപ്പം ക്വസ്റ്റ്യൻ, അപ്പൊ വെള്ളവും വേണ്ട, പെസ്റ്റിസൈഡും വേണ്ട, പിന്നെ ഇത് ഇത്ര വില കൂടുതൽ. അതിന്റെ കാരണം ഒന്ന്, അപ്പൊ ഇതാണ് ഹെൽത്തി എക്സ്പെൻസീവ് ആകാൻ കാരണം. 2 റീസൺ ആണ്. ഒന്ന്, റൈസും വീറ്റും നമ്മൾ കഴിഞ്ഞൊരു 60-70 കൊല്ലമായിട്ട് അതിനെത്ര റിസർച്ച് പോയിട്ടുണ്ട്. അപ്പം ആ റിസർച്ച് പോയ കാരണം റിഫൈൻഡ് പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞു. റാഗിയിൽ ആ റിസർച്ച് പോയിട്ടില്ല. അത് കാരണം ഒരു ഏക്കറിൽ ഒരു റാഗി ആയാലും ജോവാർ ആയാലും ഒരു ഏക്കറിൽ 600-700 കിലോ ആണ് ഇടാൻ ഈൽഡ് വരിക. പക്ഷെ റൈസ് ആവുമ്പം നമ്മുടെ നാട്ടിലൊക്കെ 1.5 ടണ്ണ് വരും ഒരു ഏക്കറിൽ. 1.5 ടൺ, ഡബിൾ. ഓക്കെ, അപ്പൊ ആ കോസ്റ്റ് പോയി. അപ്പൊ വേരിയസ് റീസൺസ്. നമ്മള് ഡിമാൻഡ് വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിസർച്ചിന് പണം കിട്ടും. അപ്പം ഗ്രെയിനിന്റെ റിസർച്ച് പോവും, സീഡിന്റെ റിസർച്ച് പോവും, അപ്പൊ റിഫൈൻഡ് പ്രൊഡക്ട്സ് വരും. അതൊന്നും ആയിട്ടില്ല. സോ പ്രോബബ്ലി അനദർ 10-15 years. സോ ഇവന്ച്വലി ഹെൽത്തി ഫുഡ്സിന്റെ ഒക്കെ കോസ്റ്റ് കുറയുന്നതാണോ സാർ പറയുന്നത്? മാർക്കറ്റ് കൂടി കഴിഞ്ഞാൽ കുറയണം. മാർക്കറ്റ് കൂടി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വെസ്റ്റിൽ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവിടെയും ഇപ്പൊ എക്സ്പെൻസീവ് തന്നെയാണ്. കാരണം ഫോർ ദാറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം ഹെൽത്തി കഴിക്കാൻ 1-2 ലെസ് ദാൻ 1% എന്നല്ലേ പറഞ്ഞു. ബാക്കി 99 കഴിക്കുന്നവരൊക്കെ അല്ലേ. അത് എത്ര ഇൽ ടേക്ക് ജനറേഷൻസ്. ഹെൽത്തി പോയാലും ശന്തനുവിന്റെ ഒരു പോഡ്കാസ്റ്റിൽ എങ്ങാനും ഉണ്ടായിരുന്നു, ഹെൽത്തി ആയിട്ട് പോകുന്നവര് വരെ പിസ്സേന്റെ ഒരു സ്ലൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഹാപ്പിനെസ് തരുന്നേന്നുള്ളത്. ഞാൻ ഓൺ റെക്കോർഡും 3 നേരം ഹെൽത്തി കഴിച്ചോണ്ട് മനുഷ്യനല്ലേ. ഹെൽത്തി വിട്ടാലും ഞാനും എന്റെ കസ്റ്റമേഴ്സിനും ഡെയിലി ഇത് മാത്രം കഴിച്ചോണ്ട് ജീവിച്ചോന്ന് പറഞ്ഞാൽ അവനും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ പറയുന്നത് പൊട്ടനോ അല്ലേ. അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഗ്രീഡിയൻസിന് ലിസ്റ്റ് നോക്കിയാൽ ഫുഡ് മാത്രമേ അതിലുള്ളൂ എന്നുള്ളത്. അപ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഷെൽഫ് ലൈഫ് നമുക്ക്? 2 ആണ്. ഒന്ന്, അതിന്റെ പ്രോസസ്സിങ്. നമ്മളെ ഫാക്ടറിക്കകത്ത് വെള്ളം ടച്ച് ചെയ്ത ഒരുപാട് ചെയ്യുന്നില്ല. വെള്ളമാണ് എല്ലാത്തിന്റെയും ഷെൽഫ് ലൈഫിന് ക്വസ്റ്റ്യൻ വരുന്നത്. എനിത്തിങ് മോയ്സ്ചർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചറായി, ഓക്സിജനായി, കഴിക്കാനുള്ള ആഹാരമായി, കീടാണുക്കൾക്ക് വരാനുള്ള എല്ലാ സംഭവം അതിനകത്ത്. വെള്ളം
അതുകൊണ്ട് വെള്ളമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇല്ല, നനവ് ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇല്ല. വൺ. അപ്പം വി ഹാവ് കൺട്രോൾഡ് ദാറ്റ്. സെക്കൻഡ്, നമ്മൾ 2-3 ടെക്നിക്സ് ഉണ്ട്. നൈട്രജൻ ഫ്ലഷ് ആയാലും ഓക്സിജൻ അബ്സോർബൻസ് ഇട്ടിട്ടായാലും. മൂന്നാമത് റോസ്മെരി ഇല്ലേ, റോസ്മെരിയുടെ എക്സ്ട്രാക്ട് നമ്മൾ ഇടുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, അത് ഹൈലി ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ, അതിന് ഒരുപാട് വേറെ പ്രോപ്പർട്ടി, സ്കിൻ പ്രോപ്പർട്ടീസ്, ഹെയർ പ്രോപ്പർട്ടി, അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിനെ പറഞ്ഞല്ല, എന്റെ 0.01% ഉള്ളൂ. അത് കഴിച്ചിട്ട് ആരും മുടി വളർന്നു പോകുന്നില്ല. പക്ഷെ മുടി വളരണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ വളരണം. സോ കമ്മിങ് ബാക്ക്, സോ ഇങ്ങനെ ഒന്ന് റോ മെറ്റീരിയൽ പ്രോസസിങ്, രണ്ടാമത് പാക്കിംഗ്, മൂന്നാമത് ഇത് മൂന്നും കൂടിയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് സ്റ്റേബിൾ ആക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം ആസ് എ കൺസ്യൂമർ ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ട്രൂ എലിമെന്റ്സിന്റെ പ്രൊഡക്റ്റ് അല്ല, വേറൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ ഇതില് എന്തൊക്കെ സേഫ് ആണ്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ, കഴിക്കാൻ പറ്റുമോ, ഇതെങ്ങനെയാ ഒരാൾ ഐഡന്റിഫൈ ചെയ്യാൻ? ലൈക്ക് ഒരുപാട് ലിസ്റ്റ് ഓഫ് സാധനങ്ങളുണ്ടാവും, ഈ പറഞ്ഞ സോഡിയം, E2, എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് താഴത്തൊരു ലൈൻ ഉണ്ടാവും, ഗോട്ട് ആഡഡ് പ്രിസർവേറ്റീവ്സ് ആൻഡ് കളേഴ്സ് ആൻഡ് എൻഹാൻസേഴ്സ്. അത് വേറെ ലൈൻ ഉണ്ടാവും. അതെന്തിനാ അറിയോ? FSSAI പറയുന്നത് 5% താഴെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഉള്ളിലുണ്ടോ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞാല് ഇപ്പം ലീഗലി നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിനകത്തൊരു 100 ഇൻഗ്രീഡിയൻസ് ഇട്ടു, അതിൽ 5% താഴെ ഇൻഗ്രീഡിയൻസ് പെർസെന്റേജ് ഉള്ളത് യു ക്യാൻ ഓപ്റ്റ് ഔട്ട്, മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു ലൈൻ ഇടും, ആഡഡ് പ്രിസർവേറ്റീവ്സ്, ഫ്ലേവർ എൻഹാൻസേഴ്സ് ആൻഡ് കളേഴ്സ്. അതിനർത്ഥം ഇൻഗ്രീഡിയൻസിൽ എല്ലാം ഇല്ല, അതിന്റെ മുകളിലും കുറച്ച് കൂടുണ്ട്, അത് എന്താ നമുക്ക് അറിയാനില്ല. അപ്പം ഇതിന്റെ ആൻസർ, ചേതന ക്വസ്റ്റ്യന്റെ ആൻസർ, ഹൗ ഡു ഐ സീ ദാറ്റ് is it fine for me? This might be a little very high moral standard what I'm telling. നമുക്ക് അറിയാത്ത, നമ്മൾ മനുഷ്യൻ ആണ്, നമ്മൾ പഠിച്ച ആൾക്കാരാണ്, നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അത് നമുക്ക് അറിയാത്ത ഭാഷയിലാണെങ്കിൽ, ഭാഷ ഐ എം നോട്ട് ടെല്ലിങ് ഇറ്റ്സ് റിട്ടൻ സം അതർ ലാംഗ്വേജ്, ഉറുദു ഓർ വൺ ഓഫ് ദി യൂറോപ്യൻ ലാംഗ്വേജ് സംതിങ്. അപ്പൊ നമുക്ക് നമ്മള് പശുക്കളായാലും മൃഗങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കുന്നു? അവരൊന്ന് മണക്കും, അവർക്ക് വായിക്കാൻ അറിയില്ലല്ലോ, അവരൊന്ന് മണക്കും, അവരൊന്ന് അക്കി നോക്കും. നമുക്ക് പാക്കറ്റ് വാങ്ങിട്ട് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഡു വി ഡു? അവർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? അവർ മനസ്സിലാക്കുകയാണ്, ഇത് എനിത്തിങ് വിച്ച് മൈ സെൻസ് കാൻ റീഡ്, മൈ ഐസ് കാൻ റീഡ്, റൈറ്റ്? ഇത് അങ്ങനെയാണ് അവര്, നമ്മള് അതേ ലോജിക്ക് നമ്മൾ പഠിച്ച ആൾക്കാർ നോക്കുന്ന എന്താ, ഇതിനകത്ത് നമുക്ക് എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ, ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ്. ഈ ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിലൊക്കെ അത് എക്സ്പോസ് ചെയ്ത ഈ ഫുഡ് ഫാർമർ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ എക്സ്പോസ് ഇല്ല, അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ പുള്ളി ഒരാള് കൊണ്ടുവരുന്നത്, അത് ഇറ്റ്സ് റിമാർക്കബിൾ, റൈറ്റ്? സോ അതെ, പക്ഷെ ഐ ഡോണ്ട് നോ എത്ര ആൾക്കാർ അത്, ഹൗ മെനി പീപ്പിൾ. പക്ഷെ പുതിയ കുട്ടികളൊക്കെ കുറെ പേരൊക്കെ അതില് പാട്ടാവുന്നത്. ഇപ്പൊ ആരാ നോക്കുന്നറിയോ? അമ്മമാര് സ്മോൾ ബേബീസ്, ഓക്കെ, ജസ്റ്റ് 6 months to 2.5 3 years. അതുവരെ കുട്ടികള് അമ്മമാരെ കൺട്രോൾഡ്. അത് കഴിഞ്ഞാല് പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല, റൈറ്റ്? സോ ആ സമയത്ത് ഈവൻ ഫസ്റ്റ് ടൈം മദേഴ്സ് ആർ വെരി വെരി പോസസീവ്, റൈറ്റ്? സോ അങ്ങനെയുള്ളവരാണ് നോക്കുന്നത്. നോക്കണം, എല്ലാരും നോക്കണം. പക്ഷെ യു കാൻ ബി ലൈക്ക് ഒബ്സീൻലി ക്രേസി ആൻഡ് ടെല്ലിംഗ് ബോസ്, ചെയ്യാം, ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. പക്ഷെ ഒരുപാട് പ്രാവശ്യം അതേ സാധനം, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാലാണ് പ്രശ്നം വരും. ഫോർ എക്സാമ്പിൾ, എപ്പോഴെങ്കിലും കഴിച്ചാലൊന്നും ഐ ഡോണ്ട് തിങ്ക്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, സോ ലെറ്റ് മീ നോട്ട് സ്കെയർ. പക്ഷെ ഒന്ന് നമുക്ക് അറിയാത്തത്, ഇപ്പം ഒരു 50 കൊല്ലം മുമ്പ് സിഗരറ്റ് വാസ് സോൾഡ്, not 50, it's somewhere in 1930-40s, it was sold for sports enthusiasts for performance enhancement. You look at the cigarette marketing. It was sold as, and so all the sportsmen used to smoke, right? Because it was marketed, right? നമുക്ക് അറിയില്ലായിരുന്നു. അതേമാതിരി ഈ സാധനങ്ങൾ ഇട്ട സാധനങ്ങളുടെ ഒക്കെ ബാഡ് എഫക്ട്സ് നമുക്ക് അറിയാത്ത ഒരുപാടുണ്ട്, റൈറ്റ്? നമുക്ക് അറിയുന്നത് എത്രയെന്ന് അറിയില്ല, അറിയാത്തത് 99.99, വാട്ട് വി നോ ഇസ് 0.1, റൈറ്റ്? അപ്പൊ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ്. അത് പക്ഷെ റിയൽ ഫുഡിന്റെ കേസിലും ഇപ്പം സോഷ്യൽ മീഡിയ ഒരു ബൂം വന്നതിന് ശേഷം കാർബോഹൈഡ്രേറ്റ് പ്രശ്നമാണ്, പക്ഷെ ഇപ്പം പറയുന്ന കാർബോഹൈഡ്രേറ്റ് കുഴപ്പമില്ല. അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ വീറ്റ് നല്ലതാണ്, പ്രശ്നമാണ്. സെയിം വിത്ത് എഗ്സ് കൺസ്യൂം ചെയ്യുന്ന ഫാറ്റ്, അതാണ് ഇപ്പൊ പറഞ്ഞ എഗ്സ് നല്ലതാണ്.
ഇപ്പൊ ഓട്സ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂല് നമ്മള് ലൈക്ക് എന്ത് ട്രസ്റ്റ് ചെയ്യണം? ഇത് ശരിക്കും ഹെൽത്തി ആണോ? എനിക്ക് അതിന്റെ കുറെ മീം റീൽസും വന്നിട്ടുണ്ട്. ഒരാള് എഗ് എടുക്കും കഴിക്കാൻ, അപ്പൊ അതിന്റെ റീൽ കാണും, അവിടെ വെക്കും. പിന്നെ വീറ്റ് ബ്രെഡില് പിന്നെ പറഞ്ഞ വെച്ചാൽ എനിക്ക് തോന്നുന്നു കാരമൽ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് വൈറ്റ് ബ്രെഡിന്റെ സെയിം മിക്സ് ആക്കുമ്പോ ബ്രൗൺ കളർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഈ ഹെൽത്തി ഈറ്റിങ്ങിനെ നമ്മളും കണ്ടന്റ് ഉണ്ടാക്കണം ഇവിടെ what we are doing right now is creating content. So content which quality sells. content. Content which sells. Yes. Content which sells is polarizing contents, Okay. right? Polarizing content Yes. sells, Yes. right? So polarizing content ഇതാണല്ലോ നമ്മൾ പറഞ്ഞ. പക്ഷെ അത് പോസിറ്റീവ് I don't know how much positive polarizing content like for example now let's just take food farmer. Okay. Yeah. Now for companies it's a negative polarizing content. Yeah. For customers it's polarized positive. Mm-mm. There are people who think that boss you're telling all this, then what do I eat? Right? So end of the day he's creating awareness. I fundamentally believe in what Gandhi told, everybody fundamentally is selfish. ഇപ്പം ഈ ഭൂമി പോലൊക്കെ വന്നാൽ ഞാൻ നിങ്ങളെ നോക്കുന്ന ഇറങ്ങി ഓടൂലേ? Even if I have my kid here, I will take him, but our instinct is we are selfish. എത്ര പറഞ്ഞാലും അപ്പൊ എല്ലാരും ചെയ്യുന്ന അവനവന്റെ ഒരു ഒന്നില്ലെങ്കിൽ ഫേമസ് ആവാൻ, ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ എന്തെങ്കിലും. So use your brain, see the content, use your brain, don't go by the content. Even this content I'm not telling don't buy my product, because I am telling see the back of your back. Similarly, okay, and the question ഇതൊക്കെ ഓരോ fads ആണ്. Like if you see, I read a recent book on this protein fad, right? Protein fad apparently is more triggered by the poultry industry in the US, right? Because they want to sell more. But I don't know, though I've read that if you're a normal human being who is not into endurance fitness activity, രാവിലെ എണീച്ച് ഒരു 10-15 കിലോമീറ്റർ ഓടുന്നില്ല, 1.5 മണിക്കൂർ ജിമ്മിൽ പോകുന്നില്ല, you need normal food which is got carbs. നമ്മള് വീട്ടിലുണ്ടാക്കി പണ്ട് കഴിച്ച ആൾക്കാർ, അമ്മമാരെ, നമ്മുടെ വല്ല മുത്തി അമ്മമാരൊക്കെ they are hitting 90s eating വെള്ളച്ചോറും പാലക്കാട് വെള്ളച്ചോറ് എന്ന് പറയും, പഴങ്കഞ്ഞി, അതൊക്കെ കഴിച്ച അവരാണ് നല്ല ഫിറ്റ്. നമ്മളൊന്നും അവിടെ നിർത്താൻ പോകുന്നില്ല. ഈ ഇത്ര ബാക്ക് ഓഫ് ദ ബാക്ക് ഒക്കെ പഠിച്ചിട്ടും വായിച്ചിട്ടും നമ്മള്, കാരണം എന്താ? ബിക്കോസ് ഡോണ്ട് കോംപ്ലിക്കേറ്റ്. The problem is like അവര് ആ പ്രോട്ടീൻ ഫുഡും കാർബ് ഫുഡും എഗ്ഗും എല്ലാം കുറച്ച് കഴിക്കുക. As long as you are not into like endurance activity, then you need specialized food. So I don't know, lot of like I have 16-year-old son. Okay, അപ്പം അവരുടെ ഏജ് ഗ്രൂപ്പിൽ എല്ലാവരും പ്രോട്ടീൻ. ഓക്കെ, എന്റെ വീട്ടിൽ ഞാൻ തല്ലെന്ന് പറഞ്ഞു, മാഡം യു ഗോ ആൻഡ് പ്ലേ ഫോർ ഹാഫ് ആൻ അവർ, യു ഡോണ്ട് നീഡ് അഡീഷണൽ പ്രോട്ടീൻ ഇൻ സ്കൂൾ. You don't need. And ipo വേറൊരു fad, ipo all the people who are at 40 plus apparently you have muscle loss, you need to have additional protein taken. You don't need protein in powder, boss. You have normal food with little extra protein, na? So എല്ലാം ബാലൻസ് ആയ പ്രശ്നമില്ല. ഈവൻ ഫിറ്റ്നസ് ഒരുപാട് ആയാലും like you don't know what, like there are a lot of fitness enthusiasts who are having health issues, right? So I'll go back to my one example. What we know is 0.01% of anything in the world, right? നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഹ്യൂമൻ ഈസ് ലാസ്റ്റ് 60 years എവല്യൂഷൻ ആണ്. 1 million എവല്യൂഷൻ ബിഫോർ ദാറ്റ് നമുക്ക് അറിയാത്തുണ്ട്, റൈറ്റ്? വാട്ട് വി നോ 0.01. അപ്പം എല്ലാം കുറച്ചായ പ്രശ്നമൊന്നുമല്ല, എല്ലാം ഒരുപാടായി കഴിഞ്ഞാൽ. സോ ഈവൻ ഫാറ്റ്സ് ആൾസോ. Okay, back to your entrepreneur journey. So ഒരുപാട് കാലം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു, പിന്നെയാണ് ട്രൂ എലമെന്റ്സിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇനീഷ്യൽ ഇയേഴ്സ് ഒക്കെ? നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഫണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? പേഴ്സണൽ ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ, so do you wanted to be an entrepreneur from the starting itself, or? I did my law. എൻ്റെ ഗ്രാജുവേഷൻ ലോ ആണ്, 5 years, 12th കഴിഞ്ഞിട്ട് 5 വർഷം ലോ. 5 വർഷം ലോ. അപ്പോൾ നമുക്കൊരു സോഷ്യൽ അവയർനെസ് കുറച്ച് കൂടുതലാണ്, കാരണം നമ്മൾ ലീഗൽ എന്തൊക്കെ. അപ്പോൾ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഇൻ NGO കൈൻഡ് ഓഫ് സ്റ്റഫ് ആഫ്റ്റർ മൈ LLB. പക്ഷേ I got MBA admission. I didn't get. I tried for one of the best school, Tata Institute of Social Science in Bombay, TISS. So I went for the admission. I didn't get. I got call from Simbi. I went for an MBA. അപ്പോഴും എൻ്റെ വിഷൻ, ഐ വോണ്ട് ഡു സംതിങ് വിച്ച് ഇസ് സോഷ്യൽ ഇമ്പാക്ട്ഫുൾ എന്നായിരുന്നു MBA സമയത്തും. പക്ഷെ MBA കഴിഞ്ഞ് 2003 കഴിഞ്ഞിട്ട് 2007-08 വരെ മനസ്സിലാക്കിയത്
social impactful change. If you're only doing NGO kind of stuff, you're dependent on somebody's money too, Yeah. right? Yeah. Okay, that may not be the right way. So then I evolved myself into, okay, for profit, okay, is what my space should be. Mhm. അങ്ങനെയാണ് for profit. Then ഇപ്പം for good feeling, I tell that no, I am doing lot of agri produce which is giving back lot of I am Super. sourcing from farmers. Yeah, yeah, We true. directly source from Yeah, farmers. We have yeah. contract farming agreements with most of our raw Oh, materials. We nice. grow for a Okay. lot of our raw material. Okay. Anything which is Indian source, like our quinoa, chia, seeds, Okay. we grow it with farmers. അതൊക്കെ എവിടെ ഇന്ത്യയിൽ എവിടെയാണ്? Multiple states, like we Ah. have multiple cooperative Okay. farming communities Okay. where we buy from. Okay. പക്ഷേ അത് എത്തിപ്പെട്ടതാ. Ah. I will be lying myself that I wanted to impact Yeah. because അങ്ങനെ ആയി മാറി. കാരണം But you feel good now, right? I feel good. I think I'm force fitting. Yeah. കാരണം 2007 അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ Okay. നടന്നില്ല. Okay. പിന്നെ ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനല്ലോ പിന്നെ നമ്മൾ ഫ്ലോയിൽ പോവല്ലേ. കാരണം നമ്മൾ വേറെ ഒന്ന് ക്ലിയർ ആയിരുന്നു. കാരണം 7 2014-15 എല്ലാം ഈ 2 ഫസ്റ്റ് സ്റ്റാർട്ടപ്പും പോയപ്പം ഷുഡ് വി ഗോ ബാക്ക്. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ ഒരു when you're used to EMIs and monthly, it takes some shock. Though my wife was working, അത് കാരണം I could pull along more because of at least കഞ്ഞിക്ക് പ്രശ്നമില്ല, പക്ഷെ വീടിന്റെ EMI പ്രശ്നം വന്നിരിക്കുക. അപ്പോൾ അനിയൻ്റെ അടുത്ത് കടം വാങ്ങേണ്ടി വന്നിരുന്നു. അപ്പം ഷുഡ് ഐ ഗോ ബാക്ക് ടു ജോബ്? അപ്പൊ എന്റെ മറ്റേ കോഫൗണ്ടർ പറഞ്ഞു, ലെറ്റ് മീ ഫസ്റ്റ് പിക്കപ്പ് എ ജോബ്, യു ജോയിൻ. പറഞ്ഞു ഞാൻ പാലക്കാടൻ നായരാണ്, മരുങ്ങാത്ത മനുഷ്യന്മാരെ നമ്മള്, മോസ്റ്റ് ലേസി പീപ്പിൾ ഇൻ ദിയർ. ഒരിക്കൽ ഞാൻ ഇത് വിട്ട് ജോലിക്ക് കയറിയ ഐ ഡോണ്ട് തിങ്ക് ഐ എവർ കം ബാക്ക്. ഐ വിൽ നോട്ട്, ഇഫ് ഐ ഹാവ് ടു ക്വിറ്റ് ഇറ്റ് ലൈക്ക് ഇറ്റ് ഗോൺ. ഐ തിങ്ക് ദർ ഇസ് സ്റ്റിൽ സ്കോപ്പ്. ഐ തിങ്ക് ദാറ്റ് വർക്ക്ഡ്. ഇഫ് ഐ വുഡ് ഹാവ്, ബിക്കോസ് ഒരിക്കൽ ഇറങ്ങിയിട്ട് തിരിച്ച് ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ, ഐ ഹാവ് സീൻ കപ്പിൾ ഓഫ് റെസ്യൂമേസ് ഹു ഹാവ് ഫൗണ്ടേഴ്സ് didn't work out, quit, went back to job and coming back. I have special respect for those guys. Because it's very tough. It's real tough. Because end of the day, you know what you're getting into. Okay. First, നമ്മൾ ചാടുമ്പം ഒരു ആവേശത്തിൽ അങ്ങനെ ഇറങ്ങും. And you don't know what you're getting into. But you've got in. You screwed it up. Yeah. You've lived that for 3-4 years. Yeah. Went back to job to survive. Then you're coming back, sir. I have immense respect. Yeah. So I was sure I won't be able to do it. I am not made of steel. So that's why I need to. So അങ്ങനെയാണ് പിന്നെ പിടിച്ചോണ്ടുന്നത്. പിന്നെ one fundamental advice for all the all people who want to become entrepreneurs, തുടങ്ങിയിട്ട് വിടാണ്ടിരുന്ന എവിടെയെങ്കിലും എത്തും. Everybody may not become Elon Musk, right? There are so many variables beyond your control. Yeah. Right? You might create a brilliant business plan. You might be the gifted person in the world, right? But all gifted people don't make it. So there are so many variables which is beyond your control. നമ്മള് ദൈവത്തിന്റെ കാര്യം എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. If you believe in God, you can believe. Otherwise, it's just luck, right? You whatever, right? അപ്പം you stay put, you will have fun. You may not become like, even all corporate employees don't become CEOs. There are a lot of people who become a senior and they make money, but you'll have fun and you'll feel good that you left something. Okay. അപ്പം എന്റെ പ്രിൻസിപ്പിൾ അതാ, you play along, you will reach somewhere. Okay. So with True Elements നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇനീഷ്യലി 1 crore റേസ് ചെയ്തു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു നമുക്ക് ബിസിനസ്സിൽ ഒരു യുറക്ക മൊമെന്റ് ഉണ്ടാവില്ലേ, ഫൈനലി ഹിറ്റ് ദ ജാക്ക് പോട്ട്, അങ്ങനെ ഒരു മൊമെന്റ് ഇന്ന് ആലോചിക്കുമ്പോൾ എന്തായിരുന്നു? അത് എപ്പോഴാണ് സംഭവിച്ചത്? I don't think we still hit that jackpot moment. We have raised multiple funds. We have exited investors. People have made 25x of their investment. All this has happened. Yeah. So our eureka moment keep moving. Okay. Right? When I quit. What was the first? So first was after 1.5 year, I thought, ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് സാലറി എടുത്തിട്ട് പോകാൻ പറ്റിയ ഐ വിൽ ബി ഹാപ്പി. ബിക്കോസ് 7 കൊല്ലം വർക്ക് ചെയ്തിട്ട് 1.5 കൊല്ലം എല്ലാ മാസവും വായരട് ചോദിക്കണം, ഒരു 10,000 രൂപ തരുമോ? അത് ഈസിയല്ല, റൈറ്റ്? സോ വൺസ് യു ലൂ ദാറ്റ് ഫോർ 2.5 years, 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് സാലറി കിട്ടണം. നമ്മൾ വേറെ പ്രശ്നം എന്താ അറിയോ, സാലറി ഒരു മാസം കിട്ടും, പിന്നെ അടുത്ത മാസം കിട്ടൂല, റൈറ്റ്? സോ 6 months if I can get salary, that was my eureka moment. Then probably next moment was, so 2013-14 I remember categorically ഞാൻ ഫേസ്ബുക്ക് തുറക്കില്ലായിരുന്നു. Because 13-14, it is pre-Instagram. I don't know, you guys were there in social media, or you guys are kids those time. I don't know. So that was pre-Instagram, right? So ആ സമയത്ത് everybody used to post what they post in Instagram today in Facebook. ഞാൻ ഇവിടെ പോയി. So I am from a decent enough MBA school.
all my batchmates are doing well in corporates. They used to go for foreign vacations. Yeah. They used to buy Mm. big cars. I used to drive an Indica. Mm. Right? So I literally used to feel a loser Mm. opening Facebook and looking at the batchmates status. Yeah. Right? Yeah. So okay, I think at least if I could reach their level, I am good. Mm. That's next. Yeah. Right? പിന്നെ so I'm telling, so ഇന്നും നമ്മൾ നോക്കുന്ന ആരാ, Mm. can I become Ambani? Mm. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ ആർത്തി എന്ന് പറയാം. It's not about the money. I don't think I am a minimalist by design. Mhm. Okay, like I only have 2 color shirts. I have just 3 black color and 3 white color. I use it. So not because of money. അതൊരു കിക്കാണ്. Mhm. Okay, you might call it that was. It's not the. It's I don't think I want a fancy car. Mhm. So പക്ഷെ അതൊരു ഹരമാണ്, അതൊരു ലഹരിയാണ്. Mm. So yeah, so Eureka moments keep moving Keep ahead, going, okay. moving ahead. ഓക്കെ സോ ഇൻ ടേംസ് ഓഫ് സെയിൽസ് ഏത് മൊമെന്റിലാണ് ലൈക്ക് ഇത് നമുക്ക് ഫർദർ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ മാരിഗോ നിങ്ങൾ വലിയൊരു പാട്ട് അക്വയർ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പോഴൊക്കെ തോന്നിയോ ലൈക്ക് വി ഹവ് ഫൈനലി സ്റ്റാർട്ടഡ് സംതിങ് വിച്ച് ഇസ് ഗോണ ഗോ ബിയോണ്ട് വാട്ട് വി ഡ്രീംഡ് ഓഫ് എന്നുള്ള രീതിയിൽ? Again, so I am like all of us most are we are externally motivated. Like we might do brilliant job, but we only will feel good. പുറമേ ഒരാളാണ് നീ അടിപൊളിയാ ചെയ്തത്, അപ്പൊ അവർ വരുന്ന സ്വന്തമായിട്ട് തോന്നും. പക്ഷെ അത് പുറമേ ആരെങ്കിലും പറയുമ്പോൾ ഒരു so because of that, so like for startups, what are the milestones where we feel we have arrived? In revenue, in consumer startup, it's revenue, right? ഫസ്റ്റ് മന്ത്ലി ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ആയപ്പോൾ നിങ്ങൾ മാസം ഒരു 50 ലക്ഷം റവന്യൂ ആയി കഴിഞ്ഞാൽ വി ക്യാൻ ടോക്ക്. 50 പിന്നെ പറഞ്ഞു ഡു 1 crore, വി ക്യാൻ ടോക്ക്. ദെൻ വി സി ടോൾ 3-4 crore റവന്യൂ മന്ത്ലി വിൽ ടോക്ക്. സോ വി തിങ്ക് 3 കോടി ആയി കഴിഞ്ഞാൽ നമ്മൾ വി ആർ അറൈവ്ഡ് മന്ത്ലി. പിന്നെ മാരിക്കോ വന്നു. പിന്നെ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു മാരിക്കോന്റെ എൻട്രി? മാരിക്കോന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് എൻട്രി അല്ല, അത് നമ്മൾ എത്തിപ്പെട്ടതാണ്. ജീവിതത്തിൽ എല്ലാവരും എത്തിപ്പെട്ടതാണ്. ദാറ്റ്സ് മൈ ഫിലോസഫി. എല്ലാവരും ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടതാണ് വിത്ത് വേരിയബിൾസ് ബിയോണ്ട് യുവർ കൺട്രോൾ. So Marico also acquired Beardo, no? Yeah, Marico has a philosophy of investing in digital brands. So first was Beardo, second was Just Herbs, third is us. Now last year they picked up Plix. Okay. So Marico നമ്മൾക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് it was a brilliant time for us. Not what do you call പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. 2020 കോവിഡിന് മാർച്ചിൽ വരുമ്പം വി ഹാഡ് എ ടേം ഷീറ്റ് ഫ്രം എൻ ഇൻവെസ്റ്റർ VC in Jan. Okay. He just wiped out. He just vanished in Feb. He told I am not interested. Okay. Then we had a backup VC. If this doesn't work out, this one should come in. We started talking to him, and that was a Sarkari SIDBI. It's a government because we were into millets and we had 100% women production unit. Because of that they were investing in us. Okay, so but they gave us a term sheet. March 23 lockdown announced ചെയ്തത്. They gave the term sheet on 31st. പക്ഷേ ഞാൻ ചൈന എൻ്റെ experience helped me. So I was in touch with I'm still in touch with my China team. So my HR team in there. So sometime in Jan 2020 my team in China I just pinged all well because നമ്മ അപ്പോൾ അവിടെ കോവിഡ് തുടങ്ങിയായിരുന്നു, right? Jan February. So I reached out all you guys. അവരാണ് തുടങ്ങിയത്. അപ്പം ഞാൻ ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്തു, are you guys fine, you need some support? നമ്മൾ ചോദിച്ചു നമുക്കൊന്നും വരൂല, right? So are you need any support? So Jan I sent my first consignment of masks to them. മാസ്ക് കിട്ടില്ലായിരുന്നു അപ്പൊ ചൈനയിൽ. So Jan I sent first consignment of mask. February second consignment, India gave a ban of mask export because India was preparing ourselves for the right. So this was sometime around 24-25th. Internally we realized, boss, it's going to hit us. And I saw what was happening in China. I had team inside. I was chatting with them. അപ്പം blessing in desire ഒന്ന് ക്ലിയർ ആയിരുന്നു. If COVID comes and if our production stops, consumer ഫുഡിലെല്ലാം ഒരു പ്രശ്നം തരുമോ, ഒരിക്കൽ ഫാക്ടറി മൂടിക്കഴിഞ്ഞാൽ തുറക്കാൻ പണിയാണ്. നോട്ട് തുറക്കാൻ ലിറ്ററലി, ബിക്കോസ് യുവർ ക്യാഷ് ഫ്ലോ വോണ്ട് കം. നമ്മള് വാങ്ങിയെടുത്ത് കൊടുക്കാനില്ല, മാർക്കറ്റിലെ സാധനം വിറ്റ് പോവില്ല, അപ്പൊ മാർക്കറ്റിൽ നിന്ന് പണം വരില്ല, കൊടുക്കാൻ പണമില്ല. ദാറ്റ് മീൻസ് യു ആർ ബാങ്ക്, യു ആർ ഗോൺ. സോ വൺ തിങ് യു വാസ് ഇഫ് കോവിഡ് മേക്സ് us shut even for 15 days, we are wiped. And we didn't have money. We literally didn't have money. Obviously we were not, both of us were not taking salaries. Employees cut to നടക്കായിരുന്നു. അപ്പം ഒന്നും, how do we make sure that
COVID will not shut the factory even for one day. Okay. So March 15 we went hybrid. Everybody was moved to work from home. Even before the lockdown was announced, India lockdown announced 8 days after that. Okay. So my China connection helped me. Yeah. And വർക്കേഴ്സിനെയൊക്കെ നമ്മൾ ഫാക്ടറിയിൽ മൂവ് ചെയ്തു. Okay. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഫാക്ടറി തന്നെ താമസിച്ചോ, ഓക്കെ, നമ്മൾ ഫുഡ് നമ്മൾ നോക്കിക്കോളാം, ഓക്കെ, നമ്മൾ പണം വരികയാണെങ്കിൽ ഫോർ എവറി ഡേ യു സ്റ്റേ ഇൻ ഫാക്ടറി വിൽ ഗിവ് അഡീഷണൽ അലവൻസ്. That I will not call that I am some visionary. I saw it, but that is one thing which decision of us which made us stay today. Okay. So what happened is March 23 ലോക്ക്ഡൌൺ. എല്ലാവരും ഇറ്റ് വാസ് എ ഷോക്ക്. ലൈക്ക് 23 രാത്രി മോദിജി വന്ന് ബൈയോ ബേനോ പറഞ്ഞ രട്ടാടയിൽ അടച്ചത്. അപ്പോൾ എവരിബഡി ഗോട്ട് എ ഷോക്ക്. ബട്ട് നമ്മളെ എന്തായാലും വി വർ ബിഫോർ ദാറ്റ് 8 days my employees were staying inside the factory. They were producing and I also got raw material. Okay. സോ മാർച്ച് മുതൽ ഏപ്രിൽ 20-25 വരെ അപ്പോഴാണ് കുറച്ചൊന്ന് തുടങ്ങാനൊക്കെ തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ ഫാക്ടറിയിൽ ഫുൾ പ്രൊഡക്ഷൻ എല്ലാം നിറച്ചു വെച്ചിരിക്കായിരുന്നു. ഫസ്റ്റ് ആമസോൺ, നമ്മളപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഫുൾ ഓഫ്ലൈൻ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ ഫ്ലിപ്കാർട്ട് ഫിഗർഡ് ഔട്ട് ഹൗ ടു മാനേജ് ഇന്ത്യൻ സിസ്റ്റം മച്ച് ബിഫോർ ആമസോൺ. ആമസോൺ കെയിം ലൈവ് ബാക്ക് ഇൻ മെയ്. Okay. Flipkart came in April 15th. April 15th ഫ്ലിപ്കാർട്ട് വന്നു. ഫ്ലിപ്കാർട്ട് വെയർഹൗസിൽ എല്ലാ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ഫ്ലൈയിങ് ഓഫ് ദ ഷെൽഫ്, ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ അപ്പോഴും തുടങ്ങിയിട്ടില്ല. സോ April 15 to June 20th we had a dream run. Okay. We were like, I'll tell you, Kellogg's was out of stock. Kellogg's Quaker was out of stock. We had stock. എല്ലാം കൊണ്ട് കറക്റ്റ് അടിച്ചു അങ്ങനെ. അപ്പം അങ്ങനെ പ്രശ്നം തറിയോ, നമ്മൾ ചോദിച്ചു നമ്മൾ വലിയ ആൾക്കാരാണ്. അപ്പൊ കോൺഫിഡൻസ്, right? 2-3 months we were like, so like just to give you a number, I think we were doing Feb some 50-60 lakhs a month revenue. Okay, we hit 2 crore in July. Okay. Okay, അപ്പൊ വിചാരിച്ചു മോനെ നമ്മളെ പിടിച്ചാ കിട്ടൂല, നമ്മൾ ഭയങ്കര ഓട്ടമാണ്. അപ്പൊ നമ്മൾ ഈ ഇൻവെസ്റ്റർ ഉണ്ടല്ലോ, they started negotiating. Okay. So they had given a 10 crore investment term sheet. Okay, 10 crore. പക്ഷെ they were thinking that boss COVID will wipe all industries out. So അവര് ഫസ്റ്റ് വന്നപ്പം 10 crore equity എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ റെഡി എന്ന് പറഞ്ഞു. പക്ഷെ കോവിഡ് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് വാല്യുവേഷൻ കുറയ്ക്കെന്ന് പറഞ്ഞു. ദേ ഓൾമോസ്റ്റ് റെഡ്യൂസ്ഡ് വാല്യുവേഷൻ 50%. നമ്മൾക്ക് പക്ഷെ കാണുന്നുണ്ട് സെയിൽസ് ഭയങ്കര. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വാല്യുവേഷൻ വരണ്ട, വിൽ ടേക്ക് ഡെറ്റ്. ഓക്കെ, നമ്മൾ 8 കോടി കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ്, 8 കോടി ഡെറ്റ്. ഇൻട്രസ്റ്റ് ഞാൻ എത്ര കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് എന്നെയൊക്കെ പൊട്ടെന്നല്ല, എന്നെ ഇവിടെ ഭ്രാന്താസ്പത്രി കയറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തു. പക്ഷെ ദാറ്റ് ഗേവ് us money because of which we could capture market. But what happened next was the unplanned stuff. അങ്ങനെ നമ്മള്, so we got good revenue and we were like in full typical hockey stock kind of approach growth till 21. Okay, and 21 like lot of, then we were not even a VC kind of a company, we were a PE company. Like we need 100 crore plus kind of infusion kind of company. That's the scale we reached. Okay, appo we got a USP who came in and told that boss we'll give you 100 crore investment. We were in a different league. Okay, but we'll work with you for a few months and we'll build it together. നമ്മൾ അവരുടെ വിശ്വാസം വർത്താനം കേട്ടിട്ട് IM വരെ മാർക്കറ്റിംഗ് ഹെഡ് ഇവിടെ അങ്ങനെ അടിച്ചു എല്ലാം റെഡിയാക്കി. എന്നിട്ട് അവരുടെ പണി, അവരുടെ ടേം ഷീറ്റ് വന്നത് 2021 ഐ തിങ്ക് സെപ്റ്റംബർ മാതിരി, DD ഒക്കെ കഴിഞ്ഞ് കോൺട്രാക്ട് വന്ന് 2021 ഒക്ടോബർ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒക്ടോബറിലാണ് അവർക്ക് they were smart people. I will not feel that they are bad people. They are smart people. They saw what we didn't see. കാരണം എന്ത് പറ്റിയെന്നാല് കോവിഡ് സമയത്ത് എല്ലാവരും ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ തുടങ്ങി, ഹെൽത്തി ഷോപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ വാട്ട് ദേ സോ വാസ് ദിസ് ഈസ് എ മൊമെന്ററി ചേഞ്ച്. പീപ്പിൾ വിൽ ഗോ ബാക്ക് ടു ദ നോർമൽ സ്റ്റോർസ്. പീപ്പിൾ വിൽ ഗോ ബാക്ക് ടു നമ്മുടെ വറുത്ത എല്ലാം അൺഹെൽത്തി സ്റ്റാഫ്. വി തോട്ട് പീപ്പിൾ വിൽ നോട്ട് ഗോ ബാക്ക്. ഓക്കെ, so they saw world will not be the way it's going, it will stable. So they pulled out. So when they pulled out, we were in a mess. Like we didn't have the money. But we had salaries high, everything. But again, we had experienced this thrice before. Yeah. So all the earlier 2 rounds were backup rounds. Like we had one VC was a backup. So we knew if as founders we
we prepare ourselves for the worst. Okay, though we will not tell that we are people with you might agree. Yeah. People with a lot of complexes. Right? We don't trust ourselves 99%. Yeah. We don't tell that. Yeah. Right? Yeah. Apam, we had 3 inbound interest from biggest 3 listed FMCG giants. Okay. Inbound Okay. LinkedIn pings that we want to, because all of them thought that They was came to you. they came to us, right? Okay. So one of them was Marico. Right? Uh-huh. So 3 like I cannot name the other 2. Okay. Like the other 2 has acquired our competition now. Uh-huh. Okay. Okay. So all the 3 had reached us. Why we went to Marico was the reason why you asked. Like, Mhm. so on the people need to understand digital business. Mm. All these big listed companies, ITC, HUL, Nestle, all of the people 2020 onwards, till 2021, they were not digital first. Mm. They think was we manage distribution of India. We can do anything. Mm. One moment people went e-com, digital, quick commerce, everything. So now they know about digital, we need to get in. So, but Marico knew this before, so they had invested in Beardo in 2017. Beardo. Beard, okay. So Beard അത് full acquire ചെയ്തായിരുന്നു full അല്ലാതെ acquired. 2020 they have acquired everything. Okay, okay, okay. So then they had 2021 they invested in Just Herbs similar model. Uh-huh. So we thought they understand. We thought even now we think that was a smart decision. They understand digital business among all the biggies Mm. little better. Mhm. So that's the reason Okay. we went to Marico and gave 51% stake. All our investors got an exit, Okay. right? All like so. My All your friends and family though. as of social friends. So media. we had 3 rounds before. Mm. So till day we have a primary, secondary included. Till day we have raised 180 crore in all, Okay. including primary, secondary. Mhm. First 2 rounds was 18 crore. Marico was the rest. Mm. 18 crore they got exit. Mhm. They got mega exit Mm. through this. Okay. That way it's good. So Marico വന്നു വിട്ടതാണ് because of the situations. അപ്പോൾ മാരിക്കോ വന്നതിന് ശേഷമാണോ നിങ്ങൾ രോഹിത് ശർമ്മ ഒക്കെ ഓൺ ബോർഡ് ആവുന്നത് അല്ല അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇല്ല ഇപ്പം റീസെന്റ് അല്ല റീസെന്റ് റീസെന്റ് ഓക്കെ സോ ബേസിക്കലി ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബിയേഡോന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അവരെ ബിയേഡോ എന്നുള്ളൊരു ബ്രാൻഡ് ശരിക്കും അറിയപ്പെടാൻ തുടങ്ങിയത് യഷ് വന്നതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം KGF ഹിറ്റായി അങ്ങനെയാണ് പുള്ളി ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ആ ബിയേഡും ആ ഒരു ലുക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഒരു മാസീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഫുള്ള് നടന്നത്. ലൈക്ക് ബിയേഡ് ഓയിൽ, ഹെയർ റീഗ്രോത്ത് സ്റ്റഫ്. സോ അതേപോലെ രോഹിത് ശർമ്മ വന്നതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ നാളെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഐ ട്രൈ ടു ഗെറ്റ് ഓൾ ദ ഫണ്ട്സ് ആൻഡ് എവറിത്തിങ് ആൻഡ് എല്ലാം ഇൻ പ്ലേസ് ആയി കഴിഞ്ഞാൽ ഡു ഐ ഹാവ് ടു ഗോ വിത്ത് എ വെരി വെൽ നോൺ പേഴ്സൺ ടു ഹാവ് മൈ ബ്രാൻഡ് അംബാസിഡർ ആൻഡ് യുനോ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാണോ വേണ്ടത്? വാട്ട് ഇസ് എ റൈറ്റ് സ്ട്രാറ്റജി? So as you know, brand ambassador influencer ആണ്. He or she is going to influence decisions of people. ഇപ്പൊ നമ്മള് ഇൻഫ്ലുവൻസറെ എടുക്കുന്നത് എപ്പോഴാ? അതായത് സച്ച് എക്സ്പെൻസീവ് ബ്രാൻഡ് അംബാസിഡർ എടുക്കുമ്പം you need to make sure anybody who sees this ad has an easy access to your product. ഇപ്പം രോഹിത് ശർമ്മയുടെ പ്രൊഡക്റ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് വാങ്ങാൻ മനസ്സിൽ വരുമ്പം ഈസി ആയിട്ട് കിട്ടണം. അപ്പൊ എല്ലാ പ്രൊഡക്ട്സും കൺസ്യൂമർ പ്രൊഡക്ട്സിന് ഇഫ് യു ഹാവ് എ ബ്രാൻഡ് അംബാസിഡർ യുവർ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ടു ബി കിക്ക് ആസ്. Right? ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് എപ്പോഴും ഫുൾഫിൽ ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ആൻഡ് ഡിമാൻഡ് and again demand എവിടുന്നാ വരിക എന്ന് പറയാൻ പറ്റില്ല. Right? You know which corner and it has to be there. That's one. Second, one you have got a brand ambassador, that there are multiple brand ambassadors. There could be very cheap brand ambassadors who will 10 ലക്ഷത്തിന് ബ്രാൻഡ് അംബാസിഡർ കിട്ടും, 10 കോടിക്കും കിട്ടും അല്ലേ? അപ്പം രോഹിത് ശർമ്മയ്ക്ക് എത്ര സ്പെൻഡ് ആയി അത് പറയാൻ പറ്റും. കോൺട്രാക്ച്വലി we can't. ഒരുപാട് കിട്ടി, മൂപ്പർക്ക് ഒരുപാട് കിട്ടി. I think, but he has delivered as well. Okay. അപ്പം so the stage is, the logic is, anybody who's starting up, I'll tell you what consumer brands do. The investment you made on the ambassador, at least 4x of that, you have to invest in amplification. If let's say in other marketing stuff, in amplifying this person's Okay. for example, if you are investing, let's say, so that is digital, offline, across all, offline, billboard, online, everything. Meta, Google, everything. Yeah. Otherwise you're not justifying this. ഒരു കോടി എടുത്തൊരു അംബാസിഡറിനെ കൊണ്ടുവന്നു, എന്നിട്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ 1.5 കോടി ഇട്ടുള്ളവന് you're not
leveraging it max. Okay, Right? okay, okay. You need to at least do 4x. So അത് 4x നമ്മൾ കാണണം. For example, if you're investing 1 crore in an ambassador, you need to have in bank account 5 crore for this spend. If you don't, otherwise, so your logic has to be that. Otherwise, ആൾക്കാർ എന്താ ചെയ്യുന്നറിയോ, ഒരു ഹാരത്തിന് വേണ്ടി ഫുൾ പണം കൊണ്ട് അംബാസഡർ ഇട്ടു. Ambassador won't give you that business. You need to make people see he or she is your ambassador. ഇപ്പം രോഹിത് ശർമ്മ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ he is getting us what 40 million kind of thing. But that 40 million is once. You know that at least for a consumer to know your brand, recollect, ഒരു 3-4 പ്രാവശ്യം കാണാം. അടുത്ത 3 പ്രാവശ്യം ഞാൻ തന്നെ കൊണ്ടുവരണ്ടേ? രോഹിത് ശർമ്മ ഒരിക്കലേ ഇടുള്ളൂ. That means you need to have that money. So logic is ഉള്ളതിന്റെ ഒരു 1/5 ambassador, ബാക്കി 1/4 has to be on amplification. That should be the logic. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ലേബിളിംഗ് അല്ലായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രൂ എലിമെന്റ്സിന്? അപ്പം ഒരു പ്രൊഡക്റ്റിലായിരുന്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതോ ഒരു റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ചൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നോ ഒരു വ്യൂവേഴ്സിന് ആ ജേണി അറിയുമെന്ന് അറിയില്ല. ഇപ്പൊ ഈ ട്രൂ എലിമെന്റ്സിന് മുമ്പ് നമ്മൾ ഒരു ഹെൽത്തി ഫുഡ് ആൻഡ് സർവീസസ് മാർക്കറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, healthyworld.in എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രൊഡക്ട്സും സർവീസസും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ട്രൂ എലിമെന്റ്സ് എന്ന് പറഞ്ഞ വൈറ്റ് ലേബിൾ ചേർന്ന് പറഞ്ഞ കറക്റ്റാണ്, വൈറ്റ് ലേബിളാണ് കൊണ്ടുവന്നത്. അപ്പൊ did True Elements as a brand stand for anything that day? No. Then I'm talking about 2016. And it was just a white label. For example, ഇപ്പൊ നമ്മളിപ്പം ലുലു പോയാലും നെസ്റ്റോ പോയാലും റിലയൻസ് പോയാലും അവരുടെ സ്വന്തം വൈറ്റ് ലേബിൾസ് ഉണ്ട്. Those brand, what do they stand for? You don't know. Like if you need clean breakfast and snacks, you look at True Elements. But what does that brand stand for? You don't know. Right? That was what True Elements was then. അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. Okay, honey, apple cider vinegar, seeds. പക്ഷേ when we decided in 2017, True Elements will be our focus. Now this brand has to stand for something. When we define, okay, then that should be what should be the brand positioning, what should be, then we decide, okay, if this is the positioning, then we need to remove a lot of products. അപ്പൊ 2017 ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഡീലിസ്റ്റ് ചെയ്തു, കാരണം സംതിങ് which doesn't stand for this, നമ്മൾ അതൊക്കെ എടുത്തു കളഞ്ഞു. അപ്പം we had so many more products in 2016 when it was launched as a white label. More products than what it is today. True Elements start ചെയ്തപ്പോൾ ഫസ്റ്റ് അല്ല ലൈക്ക് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് എന്തൊക്കെയായിരുന്നു? ഈ സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റ് was one. Reason is, again, breakfast is one occasion where we are open to experiment more. നമ്മള് ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും മീൻകറിയൊക്കെ വേണം, രാത്രിയും വേണം, ഇടയ്ക്ക് പിജ്ജയാവും, ഡെയിലി പറ്റൂല. പക്ഷെ മോർണിംഗ് we are open for experiments. Right? You might open for cereal. Daily നമ്മള് same breakfast നമ്മൾ daily കഴിക്കല്ലോ, പക്ഷെ ഡെയിലി ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുമല്ലോ. Right? That is the opportunity which we see. So people are ready to experiment during breakfast. അപ്പൊ നമുക്ക് അവിടെ കയറാൻ, അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ എൻട്രി ചെയ്യാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ കാറ്റഗറി. സോ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഓട്സ്, റോൾഡ് ഓട്സ് നമ്മൾ ചെയ്യുന്നത്, ഇൻസ്റ്റന്റ് ഓട്സ് അല്ല, പൊടി ഓട്സ്, വൈറ്റ് ഓട്സ് അല്ല, റോൾഡ് ഓട്സും സ്റ്റീൽ കട്ട് ഓട്സും, പിന്നെ മ്യൂസ്ലി ആയാലും ഓട്സ് കഞ്ഞി, അല്ല ഓരോ റീജിയനും വേറെ വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, ലൈക്ക് അങ്ങനെ തന്നെ പ്രൊഡക്റ്റ് ഈച്ച് റീജിയന് വേറെ പ്രൊഡക്ട്സ്. വി ഹാവ് സോ പക്ഷെ ദാറ്റ്സ് നോട്ട് വൈഡ്ലി അക്സെപ്റ്റഡ്, ദാറ്റ്സ് വൈഡ്ലി മാർക്കറ്റഡ്. ബിക്കോസ് നമ്മൾ എല്ലാത്തിലും പണം ഇടാൻ പറ്റില്ല മാർക്കറ്റ് ചെയ്യാൻ. സോ വി പൊസിഷൻ മോർ ടുവേർഡ്സ് വെസ്റ്റേൺ സീരിയൽസ്. ദ മാർക്കറ്റ് ഈസ് ബിഗർ ദർ. ഇപ്പൊ ഓട്സ് കഞ്ഞിയിൽ ഇന്ത്യയിൽ കേരളത്തിൽ കഞ്ഞി കുടിക്കുന്ന എത്ര പേരുണ്ട്, അതിനകത്ത് ഓട്സ് കഞ്ഞി കുടിക്കുന്ന എത്ര പേരുണ്ട്. സോ വി വിൽ നോട്ട് മാർക്കറ്റ് ദാറ്റ് മച്ച്. അങ്ങനെ സ്പെഷ്യലൈസ് പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ ഒരുപാട്. ഫോർ എക്സാമ്പിൾ, വൺ പ്രൊഡക്ട് വിച്ച് വി സപ്ലൈ ടു ഇന്ത്യൻ ആർമി. Indian Army, the border posted guy use jowar upma. Just pour hot water. So it's our True Elements jowar upma which they consume the morning. Instant. So this is not for the canteen. This is for the people in Siachen, in northeast border. So they have our jowar upma. So those kind of products. So ഈ ഓട്സ് എന്നൊക്കെയുള്ള ഒരു സെഗ്മെന്റില് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ ടൈമിൽ ഇന്ത്യയിലുള്ള ഹൈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഫോള, കെലോക്സ് ഉണ്ട്, ക്വക്കർ ഉണ്ട്. അപ്പം ആ ഒരു ടൈമില് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ എടുത്തൊരു ധൈര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ചലഞ്ചസ് വേറെ എന്തൊക്കെയാ? നമ്മൾ we don't have instant oats, white oats, because we believe that is super processed. നമ്മൾ പറഞ്ഞില്ലേ True Elements stand for simple processed. ഓട്സ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ സ്പെൻഡ് ഓട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് മാതിരിയാണ് അതിന്റെ സ്ട്രക്കാണ് കണ്ടു കഴിഞ്ഞാൽ. അത് പക്ഷെ അതിന് പുറത്ത് നല്ല ഫൈബർ ഒരുപാടാണ്. അതാണ് ദാറ്റ്സ് ഓട്സ് റിച്ച് ഇൻ ഫൈബർ. ഓക്കെ, ഫൈബർ ഒരുപാട്, അത് കാരണം അത് വേവിക്കാൻ സമയം എടുക്കും. അപ്പൊ അതിനെ ഒന്ന്
മുറിച്ചു. ആ, ആ. അതാണ് സ്റ്റീൽ കട്ട്. ഒന്ന് Okay. കട്ട് ചെയ്തു, അത് സ്റ്റീൽ കട്ടായി. Okay. പിന്നെ അതിനെ ഒന്ന് സ്റ്റീം അടിച്ചിട്ട് അതിനെ നമ്മളെ അവിലുമാരി ഒന്ന് പരത്തി, ഫ്ലാറ്റൻ ചെയ്യുന്നത്. അത് റോൾഡ്. അതിന് പിന്നെ ഒന്നുകൂടി പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് വൈറ്റ് ഓട്സ്. ഓക്കെ. നമ്മൾ ഈ ഇൻസ്റ്റന്റിൽ നമ്മൾ ഈ റോൾഡും സ്റ്റീൽ കട്ടും മാത്രമേ ആഹാ. ചെയ്യുന്നുള്ളൂ. Okay. ഓക്കെ, റീസൺ ഈസ് ദെൻ വി ക്യാൻ ഡിഫറൻഷിയേറ്റ്. ഓക്കെ, ഓർ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു ക്യാമ്പയിൻ ചെയ്തു, ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ, ഒരുപാട് പണമൊക്കെ ഇറക്കി ഒരു ക്യാമ്പയിൻ ചെയ്തു ലാസ്റ്റ് ഇയർ. ഇപ്പം ഡിച്ച് ദി ഡസ്റ്റ് എന്ന് പറഞ്ഞ ക്യാമ്പയിനാണ് പേളിമാണിന്റെ പേളിമാണി ചെയ്തിരുന്നത്. അപ്പം ആ ക്യാമ്പയിൻ എന്താ വെച്ചാല് ഞാൻ പേര് പറയില്ല, കുക്കിംഗ് എന്നല്ല, ഇപ്പം ഇൻസ്റ്റന്റ് ഓട്സ് ഏതിന്റെയും, ഇപ്പം ഞാൻ പറയൂല, ചേതന പറഞ്ഞ 3 ബ്രാൻഡ്, എനിക്ക് ഒരു ലീഗൽ നോട്ടീസ് കിട്ടിയതാണ്, ഇനി വാങ്ങാൻ പണിയില്ല. ആ ഓട്സ് എടുത്തിട്ട് നമ്മുടെ അരിപ്പ സ്ട്രെയിനറില്ലേ അതിനിട്ട് ഇങ്ങനെ അതിനങ്ങനെ പൊടി വീഴും. നമ്മുടെ ട്രൂ എലിമെന്റ്സ് നോട്ട്സ് അടിച്ചു കഴിഞ്ഞാൽ ഒരു പൊടി താഴെ കാണൂല. അങ്ങനെ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തു, ലീഗൽ നോട്ടീസ് കിട്ടി. 2 കമ്പനിയിൽ നിന്ന് കിട്ടി. അപ്പൊ നമ്മൾ സാറേ നമ്മൾ സ്റ്റാർട്ടപ്പാണ്, നമ്മളെ വിട്ടേരെന്ന് പറഞ്ഞു. പാക്കറ്റ് കാണിച്ചിട്ട് നമ്മളല്ല ചെയ്തത്, ഇൻഫ്ലുവൻസേഴ്സ് ആണ് ചെയ്തത്. പക്ഷെ അവര് പാക്കറ്റ് കാണിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു യു ആർ getting benefit for this, that means you are a beneficiary, that means you are invested in this, so you are defaming us. Okay. പാക്കറ്റിനെ നമ്മളൊന്ന് കേമോ ഫ്ലാഗ് ചെയ്തു, ബ്ലാക്ക് കളർ ആക്കി. നീല കളർ ആയിരുന്നു പാക്കറ്റ്. സോ ഇപ്പോ ഇന്ത്യയിൽ ഒരുപാട് D2C ബ്രാൻഡ്സ് വരുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇപ്പൊ നാളെ ഞാനും ചേതനയും കൂടി ഒരു D2C ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമ്മൾ ഫുൾ ഓൺലൈൻ പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ ഓഫ്ലൈനും കൂടെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും? എങ്ങനെയായിരിക്കും ഞങ്ങൾക്കൊരു ഇനീഷ്യൽ ഒരു പ്ലാൻ ഉണ്ടാക്കി തരാണെന്നുണ്ടെങ്കിൽ സാർ എങ്ങനെയായിരിക്കും ഉണ്ടാക്കി തരാം? Let me give you a classic example. ചാണകം ഓൺലൈൻ വെക്കാൻ പറ്റുമോ? ചാണകം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആമസോണിൽ ചാണകം വെക്കുന്നുണ്ട്. അപ്പം ആൻസറിങ് ക്വസ്റ്റ്യൻ, എന്തും വിൽക്കാം. ഓക്കെ, യൂണിറ്റ് നമ്മുടെ അടുത്ത് 1.5 ബില്യൺ ലോകം ആൾക്കാരുണ്ട്. There is somebody who wants something. The hook is to reach that person. So first is എന്തും വിൽക്കാം. ക്വസ്റ്റ്യൻ യു ആസ്ക്ഡ് is ഓൺലൈൻ ആണോ തുടങ്ങേണ്ടത്? ഓൺലൈന് തുടങ്ങുന്നതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാല്, ഇപ്പം ഇന്ന് എനിക്ക് ഇവിടെ ചാണകം വെക്കണല്ലേ, ഇപ്പൊ നമ്മള് കോഴിക്കോട് ഇവിടെ ചാണകം വെക്കുന്നത്, എനിക്ക് ഇവിടെ ഈ ഏരിയയിൽ ആരാ ചാണകം വാങ്ങാൻ നോക്കുന്നത് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഓൺലൈനിൽ ഇപ്പൊ ഗൂഗിളിൽ പോയിട്ട് you search for keyword cow dung, look at geographical probability, okay, a lot of people are searching cow dung in this area, I can do that. അത് നമുക്ക് ഓഫ്ലൈൻ ചെയ്യാൻ പറ്റൂല. Right? So online has that advantage. Okay, പക്ഷേ ഓൺലൈൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല, there are so many brilliant brands doing offline stuff, they not come online. Okay, so it's somebody has strength in online, you should leverage. If you're not good at online, take some help. പക്ഷേ ഓഫ്ലൈനിൽ തുടങ്ങാം. സോ ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ഫോർ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ PCB ആണെന്ന് വിചാരിക്കുക, പേഴ്സണൽ കെയർ ആൻഡ് ബ്യൂട്ടിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ലെറ്റ്സ് ടേക്ക് ഷാംപൂ നമുക്ക് 100 rupees കിട്ടുന്നുണ്ട്, 200 rupees ഉണ്ട്, 1000 bucks ഉണ്ട്, 2000 അത് ലിസ്റ്റ് ഗോസ് ഓൺ. സോ ഇഫ് വി ആർ ലോഞ്ചിങ് എ ലക്ഷറിയസ് ബ്രാൻഡ്, അങ്ങനത്തെ ഒരു ബ്രാൻഡ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഓൺലൈനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സെയിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി എന്താണ്? ബിക്കോസ് ഇന്ത്യയിൽ എപ്പോഴും മിഡിൽ ക്ലാസ് ലോകം തന്നെയല്ലേ കൂടുതലുള്ളത്. അപ്പോൾ ദാറ്റ്സ് ചേഞ്ചിങ് ദ കാറ്റഗറി യു ടോൾഡ്. ഓക്കെ, ഇറ്റ്സ് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നത് എന്തിനാ ഫുഡിൽ ഇറങ്ങിയ? ഹെൽത്തി റീസൺ ഉണ്ട്. കാരണം എന്താ അറിയോ, ഇപ്പം ഈ കാറ്റഗറിയിൽ ദർ ആർ ഇൻസ്പിറേഷണൽ കാറ്റഗറീസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോട് I'm coming after 20-25 years. Even everybody spend money on looks, right? The kind of money we spend, whether thanks to our GCC exposure, right? Looks. So let me ask you a question. 1 kilo lipstick വിൽക്കുമ്പോൾ എത്ര രൂപ MRP ആയിരിക്കും? ഒരു കിലോ ലിപ്സ്റ്റിക് എത്ര രൂപയ്ക്ക് വിൽക്കുന്നുണ്ടോ? കിലോ വാങ്ങൂല, എനിക്കറിയാം. നമ്മൾ 5 ഗ്രാമിന്റെ വാങ്ങാം, 4 ഗ്രാം. നോർമലി അത് 5 ഗ്രാമാണ്. 1 കിലോ റീറ്റെയിലിംഗ് 1 kilo is being sold at 60,000 to 1.5 lakh rupees. അതിനകത്ത് എന്താ? പെട്രോളിയം ആൻഡ് സം കളേഴ്സ്. എന്റെ 1 കിലോ മോസ്റ്റ്ലി 595 രൂപയ്ക്ക് വെക്കുന്നത്.
അതാണ് മാർജിൻ. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയിൽ Yeah. ആൻഡ് ദാറ്റ് ടു ആസ്പിറേഷണൽ ലൈക്ക് 800 rupees Mhm. she wouldn't mind spending. Yeah. But moment like 1 kilo muesli 595 to 600 rupees, Mm. shoo ദൂരെ പോയാലും ഒരുപാട് വിലയായി. Mm. That's a category. അത് Aspirational. For example, നമ്മൾ എന്താ അറിയോ, നമ്മള് ദാറ്റ് ഗിവ്സ് യു ഫീൽ ഗുഡ്. ലൈക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നമ്മള് പെപ്സിയുടെ ബോട്ടിൽ വാങ്ങി കുടിക്കുന്നതും ആ ക്യാൻ വാങ്ങി കുടിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്. അത് അതാ ആ വ്യത്യാസമല്ലേ, Yeah. ആ ഒരു വ്യത്യാസമാണ്. സെയിം തിങ്. സോ ഐ എം നോട്ട് ടെലിംഗ് ദാറ്റ് ഇസ് ഓൺലി കാറ്റഗറി യു കൻ പ്ലേ Mm. ഇഫ് യു ആർ പാഷനേറ്റ്. എൻ്റെ നമ്മള് ആൾക്കാർ പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം കളിക്കില്ല. Mm. Why am I doing this? Because I'm passionate about health and food. Mm. Right? So that gives me, like, now after 12 years of doing research and reading, so I know that space. Okay. Right? So you can't fool me much. Mm. Right? Mm. So if you have passion and if you have that, you should get into that category, not because that category is hot. Okay. That big companies can decide. Like an Yeah. HUL can decide this category is hot. I have enough money. I'll put I'll put everything 4 in. Yeah. brainy people. It'll make hot. Yeah. If you get in telling that that category is hot, somebody told me, പണം ഇല്ല, Uh-huh. ഇവർ ആ കാറ്റഗറിയിൽ ഉണ്ടോന്ന് അറിയില്ല. Yeah. Yeah. So you should not get in. Yeah. What you have is passion Yeah. and some category. Yeah. Get into that. So my advice is like DTC എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചാണകവും വിൽക്കാം. Mm. അപ്പം വിൽക്കുന്നത് എന്തും വിൽക്കാം. Mm. Right? So you choose a category which is passionate to you, which you Yeah. feel like, boss, 18 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യണമെങ്കിൽ ആ കാറ്റഗറി ഹാസ് ടു ഗിവ് യു that kick. ട്രൂ എലിമെന്റ്സ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ലൈക്ക് ഓൺലൈൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഉം. ബട്ട് ഇപ്പൊ ഓഫ്ലൈനിൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഓഫ്ലൈനിൽ ശരിക്കും ഒരു ഷെൽഫിന്റെ ചാർജസ് അങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്സ് വരുന്നില്ലേ, നമുക്കായിട്ടൊരു യുണീക് പ്ലേസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് ആക്ച്വലി? നമ്മൾ തുടങ്ങിയപ്പം ഓഫ്ലൈൻ ഉം. ഓഫ്ലൈൻ രണ്ടെണ്ണമാണ്, Okay. ജനറൽ ട്രേഡും മോഡേൺ ട്രേഡും. Mm. ജനറൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടകൾ, ചെറിയ കട, പലചരക്ക് കടകൾ. ഓക്കെ. മോഡേൺ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് മോഡേൺ ട്രേഡ്, റിലയൻസ്, സൈലം, നെസ്റ്റോ, ലുലുസ് എല്ലാം Mhm. അതല്ലേ. ഓക്കെ. ഇപ്പം ജനറൽ ട്രേഡിൽ ഈ ചെലവൊന്നുമില്ല. ഉം. അവിടെ പോവാ, മാർജിൻ കൊടുക്കുക, സാധനം, വെച്ചോളും. പക്ഷെ അവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ ജനറൽ ട്രേഡിൽ കസ്റ്റമറിന് പ്രൊഡക്റ്റ് വാങ്ങണം, ചോദിച്ചു വാങ്ങണം, ആ. ഇല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നത് കാണുന്നില്ലല്ലോ. കാണുന്നില്ല. സെൽഫ് സർവീസ് കൗണ്ടേഴ്സ് അല്ലല്ലോ. Yeah. ഓക്കെ. അതിന് ബ്രാൻഡ് പുള്ള് വരണം, ഉം. ആൾക്കാർ Okay. ചോദിക്കാൻ ചോദിക്കാൻ തുടങ്ങണം. തുടങ്ങണം. Okay. തുടങ്ങണം. Okay. Okay. അതിനു മുമ്പ് കയറിയ ജനറൽ ട്രേഡിന് ഒക്കെ റിട്ടേൺ വരും. Okay. Okay. ഓക്കെ. ആ, ആ. അപ്പം പക്ഷേ മോഡേൺ ട്രേഡിലും അതേ പ്രോബ്ലം. Mm. മോഡേൺ ട്രേഡിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ ബ്രാൻഡ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, അവിടെ പോയി കഴിഞ്ഞാൽ അവർ പണം വാങ്ങിക്കും. ഫസ്റ്റ് ഉം. ലിസ്റ്റിംഗ് പണം വാങ്ങിക്കും. Okay. ലിസ്റ്റിംഗ് പണം എന്തിനാ വാങ്ങിക്കുന്നത്? അവർ പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡിന് നമ്മൾ റിയൽ എസ്റ്റേറ്റ് സ്ഥലം തരികയാണ്, ഷെൽഫിൽ. ആൻഡ് അവരുടെ എല്ലാ മോളുകളിലൊക്കെ അല്ലേ, അതെ. അവിടുത്തെ റെന്റിന് ഒരുപാട് കൂടുതലാണ്. Okay. നമ്മളിപ്പോ കൊടുക്കുന്ന മാർജിൻ പലചരക്കാരനായാലും എസ്റ്റോനായാലും വലിയ വ്യത്യാസമില്ല, ഒരു 4-5% ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ അവരുടെ ഓവർ ഹെഡ് എക്സ്പെൻസസ് ഒരുപാടല്ലേ. Okay. പിന്നെ മോളിന്റെ റെന്റ് ആയാലും AC ആയാലും പ്രൊമോട്ടർ ആയാലും ബില്ലിംഗ് ആയാലും Mm. മൾട്ടിപ്പിൾ. Mm. റൈറ്റ്. അപ്പൊ അതിന് ദേ ചാർജ് ലിസ്റ്റിംഗ് ഫീസ് ഒന്ന്. Mm. രണ്ടാമത് ദേ ഓൺലി വാണ്ട് സീരിയസ് ബ്രാൻഡ്സ് ടു അപ്രോച്ച് ദം. ഇപ്പം Okay. ഇന്ന് ബ്രാൻഡ് തുടങ്ങി, അവിടെ ലിസ്റ്റ് ചെയ്തു, 3 മാസം കഴിഞ്ഞാൽ അടച്ചു പോയി കഴിഞ്ഞാൽ ഉം. അവന്റെ ഇപ്പൊ ഒരു കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ ട്രൂ എലിമെന്റ്സിന്റെ ഒരു മ്യൂസ്ലി എടുത്തോ, നോ ആഡഡ് ഷുഗർ മ്യൂസ്ലി അവിടെ വെച്ചു, കസ്റ്റമർ പോയി വാങ്ങി. അടുത്ത മാസം പോയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ Mm. ആ കസ്റ്റമർ വേറൊരു മോളിൽ പോകാൻ സാധ്യതയുണ്ട്. Okay. അപ്പോൾ ഹീ നീഡ് ടു മേക്ക് ഷുവർ അവിടെയുള്ള ബ്രാൻഡ് ഹാസ് ടു ബി ലോങ് ലാസ്റ്റിംഗ് ബ്രാൻഡ്. Mhm. അതിനൊരു ഫിൽറ്റർ ആയിട്ടാണ് ലിസ്റ്റിംഗ് ഫീസ് വാങ്ങുന്നത്. അപ്പോൾ ഇഫ് യു ആർ കമ്മിങ് യു ഹാവ് ടു ബി Yeah. യുവർ വൺ ഫിൽറ്റർ ഇസ് യു ആർ കേപ്പബിൾ, Okay. യു ഹാവ് മണി ആൻഡ് ഓർ യു ഹാവ് ബ്രാൻഡ് പൂൾ. Okay. ഓക്കെ. അപ്പൊ അതിനാണ് ലിസ്റ്റിംഗ് ഫീസ് വാങ്ങുന്നത്. ഉം. Mhm. ഓക്കെ. അപ്പം പക്ഷെ അവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ ലിസ്റ്റിംഗ് ഫീസ് കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ലിസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാൻഡ് അവിടെ നിന്ന് സെയിലായി പോവില്ല. ഉം. അപ്പൊ അതിന് നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, Ah. അവിടെ സാമ്പിളിംഗ് കൊടുക്കണം. Okay. അവിടെ നമ്മളിപ്പം ചെറിയ ഉം, ഉം. പിന്നെ ചില ചെറിയ സൈഡിൽ ചെറിയ ചീറ്റ്സ് തരുന്നില്ലേ, Okay. Okay. സാമ്പിളിംഗ് ചെയ്യണം, അതിനൊരു പ്രൊമോട്ടർ വേണം. ഓക്കെ. ഓക്കെ. അത് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഓഫ് ടേക്ക് വിൽ ഹാപ്പൻ. ഉം. ബട്ട് ഇതൊക്കെ ചെയ്ത് ലിസ്റ്റിംഗ് കൊടുക്കണം, മാർജിൻ കുറച്ച് എക്സ്ട്രാ കൊടുക്കണം, പ്രൊമോട്ടർ വെക്കണം, ഉം. Yeah. സാമ്പിൾ കൊടുക്കണം, Yeah. പിന്നെ മെയിൻ അവിടെ നമ്മൾ മോളിൽ പോകുമ്പോൾ ഓഫർ കിട്ടണം, ഉം. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നില്ല ഓഫർ. Yeah. അതെ. അപ്പൊ ഇത് മോഡേൺ ട്രേഡ് ഒരുപാട് എക്സ്പെൻസീവ് ചാനലാണ്. Mhm. Okay. മോഡേൺ ട്രേഡ് ഞങ്ങള് മോഡേൺ ട്രേഡ് എൻ്റർ ആയത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ കോഴിക്കോട് പോകുന്നെങ്കിൽ നെസ്റ്റോനോട് സംസാരിക്കാനാണ്. നമ്മൾ വി ആർ നോട്ട് ദ നെസ്റ്റോ. Okay. ഓക്കെ. ബിക്കോസ് വി ബിലീവ് ദാറ്റ് ജനറൽ ട്രേഡ് പലചരക്ക് കടകളിൽ കൂടെയാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുക. Mhm. Because അവിടെ കയറാൻ കഷ്ടമാണ്. ഉം. നമ്മൾക്ക് ഒരുപാട് ഇപ്പം 1 ലക്ഷം ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ
ഒരു 25 കട കാണും. ഓക്കെ ഓക്കെ 1 ലക്ഷം ബിസിനസ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കല് ഒരു മോളിൽ കയറിയാൽ മതി. ഓക്കെ ഇത് ഒരുപാട് സ്പെയ്ഡ് വർക്കുള്ള പരിപാടിയാണ്. ഓക്കെ ഓക്കെ വി ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ലാസ്റ്റ് 4 years. ഓക്കെ, വി ബിലീവ് ഫസ്റ്റ് ജനറൽ ട്രേഡിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കളി അറിയും. രണ്ടാമത് മോഡേൺ ട്രേഡിൽ ഒരിക്കലേ ചാൻസ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളൊരു ബ്രാൻഡും കൊണ്ട് പോയി, ഇപ്പം ഏത് എല്ലാ മോഡേൺ ട്രേഡിലും പോയി, അവിടെ പോയി വെച്ചു, ലിസ്റ്റിംഗ് ഫീസ് കൊടുത്തു, പക്ഷെ അത് വിറ്റ് പോയില്ല. രണ്ടാമത് നമ്മൾ പണം കൊടുത്താലും നമ്മളെ അവനെ ഉള്ളിൽ കയറ്റില്ല. ബിക്കോസ് ചാൻസ് ഓഫ് എറർ ഇസ് വെരി മിനിമം. ദാറ്റ് മീൻസ് വെൻ യു ആർ എൻട്രിങ് ദാറ്റ് it has to be sure ഇത് വിറ്റ് പോകും. പക്ഷെ പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ വെച്ച് വിറ്റ് പോയില്ല, ചേട്ടാ സോറി, എടുത്തു പോയി തിരിച്ചെടുത്ത്. പിന്നെ അപ്പം നമ്മള് കേറേണ്ടത് ബ്രാൻഡ് എടുത്തതും അല്ലോ പണം കിട്ടിയെന്ന് പറഞ്ഞ് വട കൊണ്ട് കൊടുത്തു അതേമാതിരി തിരിച്ചും പോകും. വൺ, ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് ചാനൽ, യുവർ മാർജിൻ ഓഫ് എറർ ഈസ് ടു ലെസ്. സോ ഫസ്റ്റ് ജനറൽ ട്രേഡ് പോവാ, പിന്നെ മോഡേൺ ട്രേഡ് പോവാ. ഇപ്പം പുതുതായിട്ടൊരു ക്വിക്ക് കോമേഴ്സ് മെയിൻ സിറ്റിയിലൊക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ്, ബിഗ് ബാസ്ക്കറ്റ്, സെപ്റ്റോ. അതെങ്ങനെ നിങ്ങൾ ലെവറേജ് ചെയ്തത്? അതുണ്ടല്ലോ, അവിടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം പൂനെയിലൊക്കെ വി ഗെറ്റ് ഡെലിവറി ഇൻ 7 minutes. ലൈക്ക് എന്റെ സൊസൈറ്റി പുറത്ത് തന്നെയാണ് 7 minutes. രാവിലെ മോൻ സ്കൂളിൽ പോകാൻ ഡപ്പ അയ്യോ ഇന്ന് സ്നാക്സ് കൊടുക്കാനില്ല, ബ്രെഡ് ഓർഡർ ചെയ്തു, 6 minutes നമ്മൾ ബ്രെഡിന്റെ ബട്ടർ ചൂടാകുമ്പോഴേക്കും ബ്രെഡ് എത്തി. അവർ ഡാർക്ക് സ്റ്റോർസ് ആണ്, അത്രയും ഡാർക്ക് സ്റ്റോർസ്. അവന് ചെറിയ ഡാർക്ക് സ്റ്റോർസ് എല്ലാ ഏരിയയിലും. ഐ തിങ്ക് എവറി 4 kilometers they keep one dark store. ഡാർക്ക് സ്റ്റോർ വലുതായിരിക്കില്ല എല്ലാം. all the 5 have same model. Okay, all the 5 same model. They have dark stores and they have riders moving around picking up the stock and delivering. അപ്പം അവരുടെ ചെറിയ സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കണം. അപ്പം അവര് പുതിയ ബ്രാൻഡ്സിനൊക്കെ ചാൻസ് വളരെ കൊടുക്കണം. അവർ സ്ഥലം കുറവാണ്. അപ്പം ഇപ്പം അവര് ആക്ച്വലി ദേ ആർ ബിക്കമിങ് എ ബാരിയർ ഫോർ സ്മോൾ ബ്രാൻഡ്സ് ടു ലോഞ്ച്. വിത്തൗട്ട് ക്വിക്ക് കോമേഴ്സ് നോ കൺസ്യൂമർ ബ്രാൻഡ് ബിക്കം ബിഗ് ഇൻ ബിഗ് സിറ്റീസ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാ സിറ്റിയിലും ഇല്ല. ഐ തിങ്ക് കൊച്ചിൻ, ട്രിവാൻഡ്രം ആൻഡ് തൃശ്ശൂരും കുറച്ചായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ പൂനെയിൽ, മുംബൈയിലൊക്കെ ഇഫ് യു ഹാവ് ടു ബി എ ബിഗ് ബ്രാൻഡ് യു ഹാവ് ടു ബി വിത്ത് ദം ആൻഡ് ദേ ഹാവ് ലിമിറ്റഡ് സ്പേസ്. സോ ദേ ആർ ഓൾമോസ്റ്റ് ലൈക്ക് എ ഗേറ്റ് കീപ്പേഴ്സ് ഹു വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബിക്കമിങ് ബിഗ് ഓർ നോട്ട്. So you need to work with them. At least we have been there for last so many years, like 7-8-year-old brand we are. So നമ്മൾ ഗ്രോഫേഴ്സിൽ ഉണ്ടായിരുന്നു, ഗ്രോഫേഴ്സ് ബ്ലിങ്കിറ്റ് ആയി. So we know them and we have been working with them. So now that's big channel for us, big massive channel for us. For example, നമ്മൾ ഇപ്പൊ ദീപാവലിക്ക് മുമ്പ് this is the first year we did big in gifting. Okay, ഗിഫ്റ്റിംഗ് അവര് നമ്മൾ പ്ലാൻ സംസാരിക്കുമ്പോൾ അവര് പറയുന്ന ഗിഫ്റ്റിന്റെ റേഞ്ചിൽ ഇതൊക്കെ വിറ്റ് പോകുന്നു. They sold, they can sell. ബിക്കോസ് നമ്മളിപ്പോ വെൻ യു ആർ ബൈയിങ് ഇൻ, നമ്മളിപ്പോ മോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓഫർ നോക്കും. പലചരക്ക് കടയൊക്കെ പോയാലും ചേട്ടാ എന്തെങ്കിലും കമ്മിയോ, ഇവിടെ നമ്മള് സൈഡ് നോക്കുന്നില്ല, നമുക്ക് 5 minutes സാധനം വേണം. വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ റേറ്റ്. Okay, and they are encashing that. So brands, consumer brands, ipo new challenges are coming every 18 months, right? സാർ ഇപ്പോൾ മോൾസിന്റെ കാര്യം പറയുന്നു, ക്വിക്ക് കൊമേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയുള്ള പുതിയ കൊമേഴ്സിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പലചരക്ക് കടക്കാരന്റെ കാര്യം സീനായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടിരുന്നു. ഇവിടെ ഒരു മൂപ്പര് പറഞ്ഞതാ, ഡിസ്ട്രിബ്യൂട്ടറാണ്. എനിക്ക് സാറെ പേടിയാവാ, ഈ ചേഞ്ച് വരുന്നത് 3 കൊല്ലം കഴിഞ്ഞാല് ഇവരൊക്കെ ഈ ക്വിക്ക് കോമേഴ്സിന് വാങ്ങും. അപ്പൊ എന്റെ അടുത്ത് ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ നേരെ അവർ, നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ടർ വഴിക്കല്ല ക്വിക്ക് കോമേഴ്സിന് കൊടുക്കുന്നത്. ഇപ്പം ചേതന ഇൻസ്റ്റാമാർട്ടിന്ന് നമ്മുടെ ട്രൂ എലിമെന്റിന് ചെയ്യ വാങ്ങി എന്ന് പറഞ്ഞു, നമ്മള് ഡിസ്ട്രിബ്യൂട്ടർ വഴിക്കല്ല കൊടുത്ത്. അത് നമ്മള് ഇവിടുത്തെ ഐ തിങ്ക് കൊച്ചിൻ ഹബിൽ പോയിട്ടുണ്ടാവും. നമ്മള് ട്രൂ എലിമെന്റ്സിന് ഡയറക്റ്റ് ഇൻസ്റ്റാമാർട്ട് വാങ്ങി എന്നിട്ട് കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. മുമ്പ് ചേതന വാങ്ങുമ്പോൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറിനും കുറച്ച് മാർജിൻ കിട്ടും, ഇവിടുത്തെ ഇപ്പൊ ലുലുലോ നെസ്റ്റോലോ പോയി അവിടെ അവർക്ക് മാർജിൻ കിട്ടും. ഇതൊക്കെ ചെയിന് ബ്രേക്ക് ആയി. അപ്പം ഐ വിൽ നോട്ട് കോൾ ഇവൻച്വലി, ബട്ട് നമ്മള് റിലയൻസ് ഒക്കെ വന്നപ്പം എല്ലാരും പറഞ്ഞത് നമ്മളെ കിരാന സ്റ്റോറും പലചരക്കടകൾ അടച്ചു പോകുന്നു. ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ, ദേ ഇവോൾവ്ഡ്. ബട്ട് ദിസ് വൺ ഇസ് എ ന്യൂക്ലിയർ ബോംബ്. ബിക്കോസ് how can you crack 7 convenience? For example, today I was reflecting, കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ഇതുവരെ നമ്മള് എന്റെ വീട്ടിലെ ഗ്രോസറി ഷോപ്പിംഗ് we never gone to a mall or a store or anything. Everything is tuck. Okay, so അതിൽ ONDC ഒക്കെ ഹെൽപ്പ് ചെയ്യും? ONDC is evolving, but ONDC ഉണ്ടല്ലോ,
ONDC government has created the platform, but the ecosystem has to learn and get in. But ecosystem learn get in, now and we are competing with whom? We are competing with all these big giants of Zomatos, Instamart. They are all funded Johnnies with 1 billion in their account, 1 billion USD in account. So ONDC will come. Will government want ONDC be like an UPI? But it's I don't know. Like we sell in through ONDC platforms. It's not that. Because end of the day, there are so many people who have so much money, who have so much brain working on these guys. In ONDC, all of us have to work and make it big. It's going to be tough. But but YouTube was made big by all content creators like us, right? Adevole avam theoretically, but it's a question. But this quick commerce will change. Like I can see in big cities, Pune, Mumbai, Delhi and all. ബിക്കോസ് ട്രാഫിക് ഭയങ്കര, കോഴിക്കോട് ട്രാഫിക് എനിക്ക് കുറവൊന്നുമല്ല. ഇറങ്ങി പോയിട്ട് ഒരു മോളെ പോയി വരണമെങ്കിൽ 8,000 രൂപ മിനിറ്റ്. പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞാല് നമുക്കിങ്ങനെ ഒരു സാധനം വാങ്ങിട്ട് വരാൻ പറ്റില്ല. അവരിങ്ങനെ ചിറ്റി വാങ്ങും, എന്നാലും എല്ലാം വാങ്ങുള്ളൂ. ഇവിടെ ആകുമ്പോ അതല്ല, ഇത് ടക് 6 മിനിറ്റ് സാധനം എത്തി. എനിക്കൊന്ന് ഷോപ്പ് ചെയ്യുന്ന കാര്യം കുറയില്ലേ, ലൈക്ക് കൂടുക അല്ല, നമ്പർ ഓഫ് ഐറ്റംസ് മേ ബി ചിലപ്പോ നമ്മൾ കാണുമ്പം ലൈക്ക് ഓക്കെ ഇത് വേണമെങ്കിൽ ബൈ ചെയ്യാന്നുള്ളതിനും നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനം മാത്രം എടുക്കുന്നത്. ഡിജിറ്റൽ ലൈക്ക് വാട്ട് ആമസോൺ ഹാസ് ഡൺ, വാട്ട് ഇ-കോമേഴ്സ് ഡൺ ഈസ് വി ഷോപ്പ് മോർ ഓൺലൈൻ. ബിക്കോസ് നമ്മുടെ കയ്യിൽ നിന്ന് പണം, വെൻ ഡു വി ആക്ച്വലി ഫീൽ പണം പോയല്ലോ, വെൻ യു ആക്ച്വലി പുട്ട് ദ ക്യാഷ് ഔട്ട്, the hardcore cash, or when you actually pick the stuff. അപ്പൊ സൈക്കോളജിക്കലി നമുക്കൊരു എല്ലാവർക്കും നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇതിലുണ്ടല്ലോ നമ്മള് ആ ഫീലിംഗ്, they have removed that feeling, right? Only when you buy the stuff, when you get one product, you feel nice. But when you look at the cupboard, this is when you realize ഇത്രയും വാങ്ങിയോ ഞാൻ. പക്ഷെ അപ്പോഴേക്കും നമ്മൾ വാങ്ങി കയറ്റി കഴിഞ്ഞു. At least quick commerce, what I have seen is when I buy more. Like they will give you a nudge. ഒരു സാധനം കൊണ്ടിട്ടാ ഡെലിവറി ഫ്രീ, ഒരു സാധനം കുഞ്ഞു കഴിഞ്ഞാൽ 50 റുപ്യ ഫ്രീ. ജനറലി ഇപ്പൊ ഐ തിങ്ക് വാട്ട് ഷി മെന്റ് ഈസ്, ഇപ്പൊ നമ്മളൊരു മോളിൽ പോവാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ റിയൽ ആയിട്ട് കാണുന്നതുകൊണ്ട് ഇതും കൂടി മേടിക്കാം, ഇങ്ങനെ നടക്കുന്ന സമയത്ത് വേണ്ട സാധനങ്ങൾ കൂടി മേടിക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ കൗണ്ടറിൽ പോകുമ്പോൾ അതിന്റെ സൈഡിൽ കുറച്ച് ക്യാൻഡീസ് ഇട്ടാവും, ക്യാൻഡി എടുത്തു, പിന്നെ അതെടുത്തു, പിന്നെ ഗമ്മ് കാണും അതെടുക്കും. അപ്പൊ ആ ഒരു സംഭവം ഇൻസ്റ്റാമാർട്ടിന്റെ കേസിലേക്ക്, ക്വിക്ക് കോമേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? എന്റെ കണക്കില് we ourselves do lot of such queues to make customers, because there are brilliant minds of Harvard and MIT sitting and making sure we spend more time in these apps, right? What are they making sure? We spend more time in these apps. We enjoy spending more time, okay, and we get rewarded, right? Whether it is intrinsic, extrinsic, we get rewarded. So I don't have any doubt that we will end up buying more online than offline. പുഷ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് വരുമ്പോൾ നമ്മൾ വീണ്ടും ആപ്പ് ചെക്ക് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, എന്റെ ഒരു നോട്ടിഫിക്കേഷനും ഇല്ല. I am telling my example, right? ഇപ്പം ഓർ സിമ്പിൾ, ഇവിടെ ഉണ്ടോ അറിയില്ല, ബ്ലിങ്കിറ്റില് പ്രിന്റ് ഔട്ട് എടുത്തു തരും. പ്രിന്റ് ഔട്ട്? പൂനെയില് മോൻ സ്കൂളിൽ പോയി ഇത് പ്രിന്റ് വേണം, പ്രിന്റ് ഔട്ട് എടുത്തു തരും. എത്ര പ്രിന്റിന്? ഒരു പ്രിന്റിന് 15 റുപ്യ. ഓക്കെ. പക്ഷേ ഇല്ലെങ്കിൽ ഇത് എടുത്തു പോയി അവിടെ പോയി 15 rupees. When I look back, പൊട്ടത്തരല്ല. അച്ഛനെ പറഞ്ഞ അച്ഛൻ ചെരുപ്പൂരി അടിക്കുന്നെ. 15 റുപ്യക്ക് പ്രിന്റ് എടുക്കാൻ നിനക്ക് പോയി എടുത്തോട്ട് വയ്ക്കും. പക്ഷേ we are now getting used to convenience. We have been like, we feel like we are being indulged, like we are feeling nice. So I don't have any doubt. അതേപോലെ മറ്റൊരു ഇൻഡസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ മീറ്റ് ഉണ്ടല്ലോ, ഈ വീഗൻ മീറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇവോൾവ് ആവുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഈ റിതേഷ് ദേശ്മുഖും ഒരു ബ്രാൻഡ് 21 അങ്ങനെയാണ് അവർ ലോഞ്ച് ചെയ്തത്. അതിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ വേറെയും കുറെ ബ്രാൻഡ്സ് വന്നതായിട്ട് കാണുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ആ ഒരു ഇൻഡസ്ട്രി ഓവർ ദ ടൈം ഇവോൾവ് ആയി വരാനുള്ള സാധ്യതയുണ്ട്? ഇപ്പൊ കുറെ പേരൊക്കെ വീഗൻ ഒരു ഡയറ്റിലേക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ. So there are two kinds. Who is that meat consumer? Vegan, like the fake meat or vegan meat. That meat consuming alkarara.
ഒന്ന് ഈ നോൺ വെജ് കഴിക്കണം, പക്ഷെ അതിന്റെ ഒരു വെജിലേക്ക് മാറണം എന്ന് വിചാരിക്കുന്നു. ആ പക്ഷെ ട്രാൻസിഷനിലുള്ള നോൺ വെജ് കഴിക്കണം നമുക്ക് തോന്നാൻ കാരണം എന്താ, അതിന്റെ ടേസ്റ്റ്. ടേസ്റ്റ് ആണ്. ആ ടേസ്റ്റ് സ്റ്റിൽ നോട്ട് മാച്ച്ഡ് ബൈ none of this vegan meat. You've tried. Yeah. So, but people who are vegetarians want to experience this. So, like the population, how much person is vegan? Very, very, very small. Like, so, but will that become big? In Europe, vegan has been a trend for last 6-7 years. Still, it is very small. Like, okay, like the McD has a vegan burger these days. Okay, it is becoming big. Okay, but will it replace the meat? No. I doubt. But what could happen is lab grown meat might come. Okay. So there's a new stuff which is like അപ്പം ഒരുപാട് പേർക്ക് നോൺ വെജ് കഴിക്കുന്നതിന് ഒരു എന്താ പറയാ, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത കാരണം എന്താ, ഒരു മൃഗത്തിനെ കൊല്ലുകയല്ല. ഇഫ് ഐ ക്യാൻ റിമൂവ് ദാറ്റ് കൊല്ലുന്ന വർക്ക് ഔട്ട് ഓഫ് ഇറ്റ്, വാട്ട് ആർ ഡൂയിങ്, ദേ ടേക്കിംഗ് സെൽ, they are culturing it, they are making a meat, they are getting a meat loaf. It's a meat, it's original meat, but it is grown, lab grown meat. My hunch is that lab grown meat might become big because the problem, the meat growing, or for example there are two kind of vegan people, are people who want to keep meat away for the health reasons. Then second, people who think that it increases global warming. These are two kind of people who are vegan. Healthy people are, anyway, I told you I am selling to them, so that's small, they will still go. Other people will say, boss, now there is no global warming, this is lab grown meat. So I am There's not no issue. there's no killing, there's no no harm. oil and nothing, but I am getting my tastiest stuff. Yeah. So at the end of the day, things are changing so much. Yeah. Right? So to my understanding, there are few startups doing big in US in lab grown meat. What do you think of its in India? In India, it could be, right? For example, like a lot of communities don't eat non-veg not because they don't like it. They like the taste, but which മൃഗത്തിനെ കൊല്ലുന്നില്ല, കൊല്ലുന്ന മാറ്റില്ലേ, ഇതിൽ കൊല്ലുന്ന ആരെയും കൊല്ലുന്നില്ല, right? But everybody, at the end of the day, we are driven by, why the human evolution is because of what? We have hunted for calories, right? From hunter-gatherers to settling is because we want easy calories, so we grew agriculture, right? So we are driven by this. There are people who are exceptions, who are driven by health and all, they will still have, but will that become mainstream? So I am selling healthy stuff, right? This is mainstream. But will you eat 3 meals healthy stuff, this stuff? No. I don't think any of my consumer is doing that, and I wouldn't want to believe that is going to happen. Yeah. Right? So it's something similar. Many of the D2C founders, like ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ആഡ്സ് ഞാൻ കണ്ടിട്ടുള്ളത് അർജുൻ വൈദ്യ, പുള്ളി ഇപ്പോൾ മെൻറ്റർഷിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് D2C ബ്രാൻഡ് ഓണേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി ഒരു ആയുർവേദ ബ്രാൻഡിനെ നല്ല രീതിക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് അതിനെ എക്സിറ്റ് ചെയ്തതാണ്. സോ അക്കോർഡിംഗ് ടു യു, ഏത് പോയിന്റിലാണ് നമ്മൾ ശരിക്കും എക്സിറ്റ് ചെയ്യേണ്ടത്? ഇനി എക്സിറ്റ് ചെയ്യാതെ ഇനി ഫർദർ നമുക്ക് ഒരു ബ്രാൻഡ് ഒരു ലേഗസി പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ എന്നുള്ളത്? What's your take on that? My personal take is nobody should exit anything. Though it's a universal reality that എല്ലാവർക്കും മരിക്കണം, വേറെ ഓപ്ഷൻ, that's an exit, right? That's an exit. മരണം is an exit. So business ഒരു ലൈഫുമായിരുന്നെങ്കിൽ അതിനൊരു എക്സിറ്റ് വേണം. But what is exit? Exit could be that you gave it to your next generation. Exit could be that you gave it to somebody else. Okay, so is a exit required? Exit required is your personal. നമ്മൾ ബോറടിച്ചു ഇല്ല, it's personal stuff, right? It's a personal stuff. But these days ഫൈനാൻഷ്യലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞത്, these days unlike older generation, we are all founders who are practical, right? We are not like boss. It's not like ഇമോഷണൽ സ്റ്റഫ് ഇല്ല എന്നാണ്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷേ why did I started up? I want to create a brand and see the full life cycle of brand, and I want to leave something even after decades. My name is there. So I started with this. So founders, nobody can replace that. We are the founders of True Elements, right? Till the day the brand is not dead, it's there. So that's done, right? So that was my objective. I want to create something which is for, but do I need to keep yielding out of it? It's personal choice. Okay, so but you can't, I don't think you can't plan it to the T. That's again, so my fundamental philosophy to life is what you can control is 0.01. 99.99 is beyond your control. Okay, have fun,
So can you plan? Like, there are people like I have got investment proposal. We invest in startups. Okay, investment proposal. Tell, sir, this is the coolest thing. Plan is to do exit in 4 years, boss. You can't plan that. Matlab, even how much ever gifted you are, right? You can't plan that. For example, Elon Musk must be the most richest person who is gifted. Is he doing everything as per his plan what he had 10 years back? If he's telling that, he's lying. I don't think. Right? So have fun, go with the flow, you learn and keep moving. Okay. So exit is a movement, right? Exit is movement. So like so പക്ഷെ അത് പലർക്കും അതൊരു ഇമോഷണൽ സീൻ ആയിരിക്കില്ലേ, ലൈക്ക് സോ this is my baby, I've grown it just from 0 to 100 or whatever, so and it's an emotional. For example, I have a daughter. So the day she get married, so we go through all those phases, right? So yeah, it's our baby, like, but end of the day, boss, end of the day, you also will die and go someday. So like end of the day, there's nothing which is constant. So right. So To be honest, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. I hope you're serious. I am. And നമുക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു വലിയൊരു D2C ബ്രാൻഡിന്റെ ഒരു ഓണർ നമുക്ക് വൈസപ്പിൽ കിട്ടുന്നത്. And I think we covered everything, and I hope you had a great experience with us. Fun. And thank you so much for taking the time and coming and I've done multiple podcasts, but English, India, Malayalam, this is my second. So എത്ര വലിയ എന്ത് ബ്രാൻഡ് ആണെങ്കിലും ഉള്ളിലേക്ക് നമ്മൾ കഴിഞ്ഞു പോയ ഒരു മലയാളി ഉണ്ടാവും എന്നുള്ള അതുകൊണ്ട് അമ്മ എന്നല്ലേ വിളിക്കും നമ്മള്. അത് ഇംഗ്ലീഷിൽ വരുന്നല്ലോ. So it was a pleasure, sir. Thank you. Same Thank here, you so same much. here. Thank you. Oh, nice.